അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ ഞാൻ മക്കളുടെ ജീവിതത്തെ ഇന്നത്തെ ജീവിതത്തെ ആശീർവദിക്കുന്നു. ഇന്നത്തെ യാത്രകളെ ആശീർവദിക്കുന്നു. ഇന്നത്തെ ദൗത്യങ്ങളെ ആശീർവദിക്കുന്നു. ഞാൻ മക്കളുടെ ഇന്നത്തെ ഉത്തരവാദിത്തങ്ങളെ ആശീർവദിക്കുന്നു. അതെല്ലാം പൂർത്തിയാക്കാനും രാത്രി സന്തോഷത്തോടെ തിരിച്ചു വരാനും നിലവിലുള്ള തടസ്സങ്ങളെയും ദോഷങ്ങളെയും ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. നിന്റെ എല്ലാ രേഖകളെയും ഞാൻ ആശീർവദിക്കുന്നു. നിന്റെ മെഡിക്കൽ റിപ്പോർട്ടിനെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. നിന്റെ റവന്യൂ സ്ഥല ഇടപാട് രേഖകളെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. നിന്റെ വിദ്യാഭ്യാസ നൈപുണ്യ രേഖകളെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളെ
ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നിന്റെ കോടതി കേസുകളെ, നിനക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള എല്ലാ ആക്ഷേപങ്ങളെയും നിർവീര്യമാക്കാൻ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. നീ ചിന്തയിലും നീ ചെയ്തു തീർക്കേണ്ട ജോലിയിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലും നീ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളിലെ ആശ്വാസവും അയവും വരാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ദൈവത്തിലെ നീ തിരിച്ചു വരുന്നവരെ ഉപയോഗിക്കുന്ന എല്ലാ വാഹനങ്ങളെയും, നിന്റെ ഒപ്പ് കടലാസിനെയും ഒപ്പിടുന്ന രേഖകളെയും കർത്താവ് നിനക്ക് തിന്മ വരാതിരിക്കാൻ വേണ്ടി കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. ആലോചനകൾ, തീരുമാനങ്ങൾ, വിവാഹാലോചനകൾ, കോഴ്സിൻ്റെ തീരുമാനങ്ങൾ, ഏതൊരു രാജ്യത്ത് പോകണമെന്നുള്ള തീരുമാനങ്ങൾ, എന്ത് ചെയ്യണമെന്നുള്ള തീരുമാനങ്ങൾ, എന്തുടുക്കും, എന്ത് ധരിക്കും, എന്ത് ഭക്ഷിക്കും എന്ന് മനുഷ്യൻ എന്നോ തീരുമാനിച്ചിരുന്നു. അതെല്ലാം കർത്താവ് റെഫർ ചെയ്ത പോലെ നിൻ്റെ തീരുമാനങ്ങളെ കർത്താവിൻ്റെ നാമത്തെ ആശ്രയിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ വേദനകളുടെ മൂല കാരണങ്ങളും ആന്തരിക അവയവങ്ങളും ഉച്ച മുതൽ ഉള്ളംകാല് വരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിന്നെ അലോസരപ്പെടുത്തുന്ന വിഷയങ്ങൾ, ഒരുപക്ഷെ നിൻ്റെ മക്കളിൽ നിന്ന്, മാതാപിതാക്കന്മാരിൽ നിന്ന്, നിൻ്റെ സഹോദരങ്ങളിൽ നിന്ന്, സഹപ്രവർത്തകരിൽ നിന്ന്, കച്ചവടക്കാരിൽ നിന്ന് നീ നേടുന്ന ഭീഷണികൾ കർത്താവിൻ്റെ നാമത്തിൽ നിർവീര്യമായി പോകട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇന്നത്തെ മുഴുവൻ വിഷയങ്ങൾ കർത്താവ് ഏറ്റെടുക്കുകയും നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ ആശ്വസിപ്പിക്കുകയും സാക്ഷ്യപ്പെടാൻ നിന്നെ പ്രാപ്തമാക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൽ നീക്കുവാമേ. മഹത്വത്തിൻ്റെ വാതിൽ എന്ന് ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞായിരുന്നു അല്ലേ? എല്ലാ അവസരങ്ങളും മഹത്വത്തിൻ്റെ വാതിലാണ്. നമ്മൾ ഈ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്ന കാനായിലെ കല്യാണം തന്നെ എടുത്താൽ അത് അവസാനിക്കണേ എങ്ങനെയാണ്? അങ്ങനെ കർത്താവിൻ്റെ മഹത്വം പ്രകടിപ്പിക്കുന്ന ആദ്യത്തെ അടയാളം കാനായിൽ സംഭവിച്ചു. അതെല്ലാവരും കണ്ട് വിശ്വസിച്ചു. അവിടെ എന്താ സംഭവിച്ചത്? ദൈവത്തിന് മഹത്വം കിട്ടുകയാണ് ചെയ്തത്. ചിലപ്പോൾ 1000 വാതിലുണ്ടാകാം, മഹത്വത്തിൻ്റെ വാതിൽ ചിലപ്പോൾ ഒന്നേ ഉണ്ടാകത്തുള്ളൂ. ആ വാതിലിൽ മുട്ടുന്നതാണ് ആധ്യാത്മിക വിവേചനം എന്ന് പറയണത്. നമ്മൾ ഡിസൈൻമെൻറ്റ് പറയത്തില്ലേ? നമുക്കിപ്പോൾ ഓരോ സ്ഥലത്ത് പോകുന്നതിനും ഓരോരോ വഴികളുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് മഹത്വത്തിൻ്റെ വഴികളുണ്ട്, അനുഗ്രഹത്തിൻ്റെ വഴികളുണ്ട്, അഭിവൃദ്ധിയുടെ വഴികളുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് വഴികൾ, ഇപ്പോൾ ഞാനാണെങ്കിൽ എനിക്ക് എറണാകുളത്ത് പോകണമെങ്കിൽ എനിക്ക് ഏറ്റവും ഡയറക്റ്റ് റൂട്ടുള്ളത് കലവൂർ എറണാകുളമാണ്. വലിയ പ്രശ്നമില്ലാതെ പോകാൻ പറ്റും. ചില സമയത്ത് എനിക്ക് കടലോരത്ത് എന്തെങ്കിലും, തീരദേശത്ത് എന്തെങ്കിലും മിഷൻ ഉണ്ടെങ്കിൽ ഞാൻ തീരദേശത്തെ റൂട്ട് എടുത്തിട്ട് പിന്നെ എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി തീരദേശ റൂട്ട് തന്നെ എടുക്കും. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി പാടുള്ള റൂട്ടാണ്, സമയമെടുക്കും കുറച്ച്. പക്ഷേ എനിക്ക് അർത്തെങ്കിലും കണ്ണമാലിലും കയറാൻ പറ്റുമല്ലോ, പുണ്യാളന്മാരെ കണ്ട് ലൈഫ് ഷെയർ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ആ വഴി എടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമുക്ക് വേറെ വഴി എടുക്കാം, അനുഭവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയും അല്ലെങ്കിൽ വഴികൾ തന്നെയായിരിക്കും അത്. പക്ഷെ അതിൻ്റെ അകത്ത് ദൈവം കക്ഷിയാകണമെന്നില്ല. അപ്പോൾ എപ്പോഴും ദൈവത്തെ കൂടി കക്ഷി ചേർത്തുകൊണ്ട് വേണം മഹത്വത്തിൻ്റെ, അത് ആണ് മഹത്വത്തിൻ്റെ വഴികളെന്ന് പറഞ്ഞു. മറിയ അതാണ് ചെയ്യണത്. ആ വിഷയം ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ യേശുവിനെ മാറ്റി നിർത്തി ആ വിഷയം കൈകാര്യം ചെയ്യാം, സോൾവ് ചെയ്യാം. പക്ഷെ യേശുവിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആ വിഷയം സോൾവ് ചെയ്യാനാണ് മറിയത്തിൻ്റെ സ്പിരിച്വാലിറ്റി പറയണത്. എന്തിനാണ് കാര്യം? അതിൻ്റെ അകത്ത് ദൈവം മഹത്വപ്പെടും. 1000 വാതിൽ തുറക്കാൻ ഒരു സ്ഥലത്ത് ഒരു ബിൽഡിങ്ങിൽ പ്രവേശിക്കാൻ അനേകം വാതിലുണ്ടാകാം. പക്ഷെ മഹത്വത്തിൻ്റെ വാതിൽ ഒന്ന് മാത്രമായിരിക്കും. അത് തുറക്കാൻ ഇതിന് പാടുമായിരിക്കും. പക്ഷെ അത് തുറന്നു കഴിഞ്ഞാൽ
എന്താ സംഭവിക്കണത്? ദൈവം മഹത്വപ്പെടും. അപ്പോൾ ഞാൻ 2:11 യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, യേശു തന്റെ മഹത്വം വെളിപ്പെടുത്താൻ, ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ദൈവത്തിന് ആ അവസരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ആ വിഷയം ദൈവത്തിൽ സമർപ്പിക്കുന്നത്. അതാണ് മറിയത്തിൻ്റെ മഹത്വത്തിൻ്റെ വാതിൽ തുറക്കണതാരാണ്? യേശുവിൻ്റെ മഹത്വത്തിൻ്റെ വാതിൽ തുറക്കണതാരാണ്? മറിയമാണ്. ആ കനായിലെ വിഷയത്തിൽ യേശു ഉൾപ്പെടുത്തിയപ്പോൾ കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടാനുള്ള അവസരം മറിയം കൊടുക്കുകയാണ്. അതാണ് ലോകത്തിനെ പരിചയപ്പെടുത്തുന്നതും വചനം വയറ്റി സ്വീകരിച്ചതും പെറ്റ് വളർത്തിയതും പരിപക്വമായപ്പോൾ ലോകത്തിന് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ സഹായിക്കുന്നതും എല്ലാം മറിയമാണ്. അതുകൊണ്ടാണ് മറിയം നമുക്ക് മഹത്വത്തിൻ്റെ മാധ്യസ്ഥയാകുന്നത്. ഈ സബ്ജക്റ്റിൻ്റെ പേര് മറിയം മഹത്വത്തിൻ്റെ മധ്യസ്ഥയാണ്. പരിശുദ്ധ പ്രത്യക്ഷപ്പെട്ട യാൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും 1000 നന്ദി ഞാൻ അറിയിക്കുന്നു. എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ തിരുവല്ലയിൽ നിന്ന് വരുന്നു. ഞാൻ 11/1/2023 മുതൽ ഉടമ്പടിയിലാണ്. 2023 ഞാൻ വന്ന ഉടമ്പടി എടുക്കുമ്പോൾ ഒരു GNM നേഴ്സായ എൻ്റെ ആഗ്രഹം പുറത്തു പോയി ജോലി ചെയ്യുക എന്നുള്ളതായിരുന്നു. എൻ്റെ കൂട്ടുകാർ എല്ലാം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അവരെല്ലാം OET പാസ്സായി പുറത്തു പോവുകയും ചെയ്തു. പക്ഷെ ഞാൻ ആദ്യകാലത്ത് ഒന്നും അവർ പറഞ്ഞിട്ടൊന്നും തള്ളിക്കളയുകയാണ് ഉണ്ടായത്. എന്നാൽ അതിനുശേഷം കൂട്ടുകാർ പറയുകയും പിന്നീട് എനിക്കത് പല സാക്ഷ്യങ്ങൾ കേൾക്കാൻ, യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഇടവരികയും ഞാൻ ആ വിശ്വാസത്തിലേക്ക് വരികയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ IELTS എഴുതിയപ്പോൾ മാതാവ് എനിക്ക് UK സ്കോർ തന്ന് അനുഗ്രഹിച്ചു. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമെങ്കിലും ഞാൻ എൻ്റെ മെറിറ്റിലാണ് കൂടുതലും വിശ്വസിച്ചത്. UK സ്കോർ കിട്ടിയപ്പോൾ എനിക്ക് UK പോകാൻ പറ്റും എന്നുള്ളതായിരുന്നു എൻ്റെ ഓവർ കോൺഫിഡൻസ്. പക്ഷേ ഓവർ കോൺഫിഡൻസ് മാതാവ് കണ്ടതുകൊണ്ട് തന്നെ ആവാം എൻ്റെ IELTS ഇന്ന് എക്സ്പയറായി എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇൻ്റർവ്യൂ കിട്ടിയെങ്കിലും അവർ പെട്ടെന്ന് ഇലക്ഷൻ പ്രമാണിച്ച് നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള ആളുകളെ ബാൻ ചെയ്യുകയും അവർ ഒരു വിസ പോലും ഇഷ്യൂ ചെയ്യാതിരിക്കുകയും ചെയ്തു. അങ്ങനെ എൻ്റെ മെറിറ്റ് എന്നുള്ള എൻ്റെ അഹങ്കാരം ഞാൻ താത്തുവച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് ഉടമ്പടി പുതുക്കി തുടങ്ങിയതെല്ലാം ഭൗതിക നിയോഗങ്ങൾ വിട്ട് ആത്മീയ നിയോഗങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ഒരു അക്രൈസ്തവയായ ഞാൻ മാതാവ് എന്താണെന്നറിയാനും ദൈവവിശ്വാസത്തിലോട്ട് ആഴുമ്പോൾ എന്തൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടുമെന്നറിയാനും ഉള്ള രീതികളായിരുന്നു ഞാൻ ഉടമ്പടി പാലിച്ചു പോരുന്നത്. കൃത്യമായി എല്ലാ പ്രാർത്ഥനയും 5:30 അച്ഛൻ്റെ ഡെയിലി ബ്രെഡും കൂടുമായിരുന്നു. പക്ഷെ ഞാൻ ഒരു ഭൗതിക നിയോഗം പോലും അമ്മയോട് ഞാൻ പറഞ്ഞില്ല. ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, അമ്മയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അമ്മ ഇഷ്ടപ്പെടാൻ അമ്മ ആഗ്രഹിക്കുന്ന സ്ഥലം ഏതാണോ അങ്ങോട്ട് എന്നേക്ക് അമ്മയ്ക്ക് ഇഷ്ടമുള്ളപ്പോൾ മാത്രം എനിക്കതിനുള്ള അനുവാദം തന്നാൽ മതി എന്നുള്ളതായിരുന്നു. പിന്നെ ഞാൻ ഉടമ്പടി പാലിച്ചു പോരുന്നു ഇത്രയും വർഷമായി. 5ാം പുതുക്കൽ കഴിഞ്ഞപ്പോൾ ഇതുപോലെ ഞാനൊരു എല്ലാ ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം കൂടും, കാരുണ്യ പ്രവർത്തികൾ ചെയ്യും, എല്ലാം കൃത്യമായി ചെയ്യും. പക്ഷേ ഞാൻ എന്നിട്ടും ആഗ്രഹിച്ചില്ല പുറത്ത് പോകണമെന്ന്. 5ാം ഉടമ്പടി പുതുക്കി ഞാനൊരു മീറ്റിങ്ങിലിരിക്കെ, ഞാനൊരു താൽക്കാലികമായ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ മീറ്റിങ്ങിലിരിക്കെ ആ ചൊവ്വാഴ്ച ദിവസം എൻ്റെ ഒരു പഴയ സുഹൃത്ത്, പുറത്ത് ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചു. നിനക്ക് ഇങ്ങോട്ടേക്ക് പോരരുതോ, എക്സാം എഴുതരുതോ, പുറത്തൊന്നും നോക്കരുതോ, ഇത്രയും കഴിവുണ്ടായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, കഴിവിലല്ല കാര്യം, എനിക്കൊരു മെറിറ്റും ഇല്ല എന്നുള്ളത് എനിക്കറിയാം എന്ന് ഞാൻ ആ അയച്ച കൂട്ടുകാരന് തിരിച്ച് മെസ്സേജ് അയച്ചു. അങ്ങനെ പിന്നീട് എനിക്കൊരു സംശയം, ഇത് അമ്മ എന്നെ തോന്നിപ്പിച്ചാണോ? ചൊവ്വാഴ്ച ദിവസം തന്നെ എനിക്ക് മെസ്സേജ് വന്നെങ്കിൽ പിന്നെ എനിക്ക് പേടിയായിരുന്നു. കാരണം എനിക്ക് എൻ്റെ മെറിറ്റെന്ന് വിശ്വസിക്കാൻ എനിക്കൊരാഗ്രഹവും ഇല്ല. അങ്ങനെ ഞാൻ അമ്മയുടെ മുൻപിൽ വന്നു. സന്ധ്യാപ്രാർത്ഥന കൂടുന്ന സമയത്ത് ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എനിക്കൊരു ഉത്തരം തരണം, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അങ്ങനെ ഞാൻ അമ്മയുടെ മുൻപിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ടോസിട്ട് നോക്കും. അങ്ങനെ ടോസിട്ട് നോക്കിയപ്പം അമ്മ മുന്നോട്ട് നീങ്ങാൻ തന്നെ പറഞ്ഞു. ഞാൻ അങ്ങനെ മുന്നോട്ട് നീങ്ങി
അങ്ങനെ എക്സാമിന് ഡേറ്റ് എടുത്തു. എക്സാമിന് ഡേറ്റ് എടുക്കുന്നതിന് മുൻപ് ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ്റെ കൈവെപ്പ് പ്രാർത്ഥന കൂടുകയും ചെയ്തു. അച്ഛൻ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത്. എക്സാം സെൻറ്റർ തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ട്രെയിനിൽ ചെന്നൈയിലായിരുന്നു എക്സാം. ചെന്നൈ ഞാൻ താമസിച്ച ഹോട്ടലിൽ റൂമിൽ എല്ലാം ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. കാരണം എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് എക്സാം കിട്ടത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. അതുപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്തപ്പോൾ അതുപോലെ പാടായിരുന്നു. എനിക്ക് പാസ് മാർക്ക് പോലും കിട്ടാറില്ലായിരുന്നു. അങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് പക്ഷേ ഞാൻ ഹസ്ബൻഡിനോടൊന്നും പറഞ്ഞില്ല ഞാനിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്കിങ്ങനെയാണ് കിട്ടുന്നതെന്നൊന്നും. കാരണം അറിയുമ്പോൾ വിഷമപ്പെടിക്കണ്ട. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചു, ഉറച്ച് വിശ്വസിച്ചു അമ്മ എൻ്റെ ഒപ്പം വരുമെന്ന്. ജോസഫ് അച്ഛൻ പറയുന്ന പോലെ സഞ്ചാരി മാതാവ് എൻ്റെ കൂടെ വരുമെന്ന് ഞാൻ വിശ്വസിച്ചു. അവിടെ ചെന്ന് എക്സാം സെൻറ്ററിൽ ചെന്ന് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ സെക്യൂർഡ് ആയിട്ടുള്ളൊരു എക്സാമിന് ഒരു ആർട്ടിക്കിളും പുറത്തുനിന്ന് കയറ്റാൻ പറ്റാത്ത ഞാൻ ജീൻസിൻ്റെ പോക്കറ്റിൽ ഉപ്പിട്ട് അവർ കാണാതെ ഞാൻ അതും കൊണ്ട് കയറി. ഒരു നുള്ളുപ്പ് എൻ്റെ സീറ്റിനടിയിലും ഞാൻ ആ മേശപ്പുറത്തും അവർ കാണാതെ ഞാൻ ഇട്ടിട്ട് ഞാൻ പറഞ്ഞു, വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കറിയില്ല, എൻ്റെ എക്സാമിന് അമ്മ എനിക്ക് മുൻപേ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ എക്സാം കൗണ്ട് ഡൗൺ തുടങ്ങി. സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു. ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്കറിയത്തില്ല. 800 മാർക്കിലുള്ളത് 500 മാർക്ക് വേണം പാസ് മാർക്ക്. ഒരു ചോദ്യം പോലും അറിയാത്ത എനിക്ക് ഉറക്കവും ക്ഷീണവും വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം തനിയെ എൻ്റെ മനസ്സിൽ ഓപ്ഷൻസ് ABC ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഞാൻ ആ ഓപ്ഷൻസ് എല്ലാം മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് എനിക്ക് തോന്നി, ഇത് എത്രാമത്തെ ചോദ്യമാണ്, ഇനി എത്ര സമയം കൂടെ ബാക്കിയുണ്ട്, ഒന്നും എനിക്കറിയില്ല. ഞാൻ ഇനി ടൈം ഔട്ട് ആവുമോ, എനിക്ക് പാസ്സാവത്തേ ഇല്ല എന്ന് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മനസ്സിലായി. ഇനി എൻ്റെ മെറിറ്റിലില്ല, അമ്മ അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ അങ്ങനെ ഞാൻ എനിക്ക് വിഷമവും വരുന്നുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി, അമ്മ എനിക്കിത് സമയം അറിയാൻ പറ്റുന്നില്ലല്ലോ കമ്പ്യൂട്ടറിൽ എവിടെയാണെന്ന്. സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ എനിക്കൊന്ന് കാണിച്ചു തരുമോ ഈ സമയം എത്ര ആണെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ഗ്രേ ബനിയനിട്ട ലേഡി എക്സാം സെൻറ്റർ പുറത്തുനിന്ന് എൻ്റെ അടുത്തേക്ക് കടന്നു വന്നിട്ട് അവർ തമിഴാണ് സംസാരിക്കുന്നത്. എനിക്ക് തിരിച്ച് തമിഴ് പറയാൻ അറിയില്ല. ഞാൻ അവരോട് ഇംഗ്ലീഷിൽ ചോദിച്ചു, എന്താ നിങ്ങൾ പറയുന്നത്? അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അത്? അവർ അവസാനം എനിക്കും മനസ്സിലാവുന്നില്ല എന്ന് മനസ്സിലായപ്പം ആ സ്ത്രീ എൻ്റെ മൗസ് മേടിച്ച് എന്നെ തൊട്ട് കാണിച്ചു, നിൻ്റെ ടൈം ഇനി 20 മിനിറ്റും കൂടി ഉള്ളൂ ചോദ്യം തീരാൻ ആ 20 മിനിറ്റ് ഉള്ളപ്പോഴാണ് ആ ലേഡി എൻ്റെ അടുത്ത് വരുന്നത്. ഇനി ചോദ്യങ്ങൾ ബാക്കി 100 ചോദ്യങ്ങൾ കൂടെ കിടക്കുന്നു എന്ന് അവരെന്നെ കാണിച്ചു തന്നു. ആ 20 മിനിറ്റ് കൊണ്ട് ആർക്കും പറ്റത്തില്ല ആ ചോദ്യങ്ങൾ വായിച്ചു തീർത്ത് മാർക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ മെഡിക്കൽ, സർജിക്കൽ അതുപോലുള്ള പാടുള്ള സബ്ജക്റ്റുകളാണ്. അങ്ങനെ ആ 20 മിനിറ്റ് കൊണ്ട് എൻ്റെ മനസ്സിൽ വന്ന ABC എന്നുള്ള ചോദ്യങ്ങൾ മാർക്ക് ചെയ്ത് ഞാൻ പോയി. വിശ്വാസ പ്രമാണം ചൊല്ലി എനിക്ക് അന്നേരം കിട്ടുന്ന ഉത്തരങ്ങളാണ് ഞാൻ മാർക്ക് ചെയ്ത് പോയി. എക്സാം സെൻറ്ററിൽ ഞാൻ അതിയായ വിഷമത്തോടെ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു, ഞാൻ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് വരുന്നത്, എനിക്കൊരു ഉറപ്പുമില്ല ഈ എക്സാം പാസ്സാവുമെന്ന്. ഇത്രയും എനിക്ക് എൻ്റെ കൈ കൊണ്ട് തന്നിട്ട് ഇത് തിരിച്ചെടുക്കുമോ എന്നൊക്കെ ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ അമ്മയോട് ചോദിച്ചു. എഴുന്നേറ്റപ്പോൾ എൻ്റെ സീറ്റിനിടയിൽ ഒരു മുല്ലപ്പൂ കിടക്കുന്നു. ആ മുല്ലപ്പൂ ഞാൻ ഓർത്തിതാരാ മുല്ലപ്പൂ എടുത്തുകൊണ്ട് ഞാൻ വെളിയിലിറങ്ങി അവിടെയുള്ള എക്സാം കോർഡിനേറ്റേഴ്സിനോടെല്ലാം ചോദിച്ചു, ഈ മുല്ലപ്പൂ. അന്നേരം അവരെന്നോട് തിരിച്ചു പറഞ്ഞു, ഒരു ഹെയർ ആർട്ടിക്കിൾ പോലും കയറ്റാത്ത നിങ്ങളുടെ ഹെയർ ആർട്ടിക്കിൾ അഴിച്ചു വെപ്പിച്ചെങ്കിൽ ആ മുല്ലപ്പൂ എവിടെ നിന്ന് വന്നു? നിങ്ങൾ എന്തൊരു മണ്ടത്തരമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, അല്ല, ഇത് എൻ്റെ സീറ്റിനടിയിൽ കിടന്നതാണ്. അല്ല, ഇവിടെ ഒരു ഹെയർ ആർട്ടിക്കിൾ എന്നല്ല, ഒരു സാധനങ്ങളും ഒരു ജപമാല പോലും ഉള്ളിൽ കയറ്റാത്ത നിങ്ങളുടെ സീറ്റിനടിയിൽ ഇങ്ങനൊരു സാധനം വന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലും ഹെയർ ആർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ്? പക്ഷെ ഞാൻ ഉറച്ച് വിശ്വസിച്ചു അമ്മേൻ്റെ അടുത്ത് വന്നതാണ്, അതാണ് എനിക്കൊരു മുല്ലപ്പൂ തന്നെ എന്നെ അടയാളം സ്ഥിരീകരിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പിന്നെയും എല്ലാ ദിവസവും 5:30 ഡെയിലി ബ്രെഡ് കൂടുകയും പ്രാർത്ഥന നടത്തുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഞാൻ ഒരു ദിവസം ഹസ്ബൻഡിനോട് ഇടയ്ക്കിടയ്ക്ക് പറയും, ഞാൻ എക്സാം തോക്കുമായിരിക്കും, എക്സാം കിട്ടത്തില്ലായിരിക്കും. അതിന് ഹസ്ബൻഡ് പറയും, നീ മാതാവി വിശ്വസിക്കുന്നില്ലേ, അപ്പം നിനക്ക് എക്സാം കിട്ടും എന്ന് ഹസ്ബൻഡ് എന്നോട് പറയും. അങ്ങനെ ഞാൻ ഒരു ദിവസം സ്വപ്നം കണ്ടപ്പോൾ കുറേ ആളുകളുടെ മാർക്ക്, അതിൽ എൻ്റെ മാർക്കും കുറേ പേരുടെ മാർക്ക് മാത്രം വെള്ള കോളത്തിൽ, ബാക്കിയുള്ളവരുടെ എല്ലാം കറുത്ത കോളത്തിലാണ് മാർക്ക്. ആ മാർക്ക് കണ്ടത് 42, വെറും 42 എന്ന മാർക്ക്. അപ്പം ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് സമയം നോക്കി, 3 മണിയായപ്പോൾ ഞാൻ നോക്കിയപ്പം എനിക്ക് മനസ്സിലായി 42 എന്ന് പറഞ്ഞാൽ 842 മാർക്ക് തോറ്റു എന്നാണ്. ഞാൻ തോറ്റു എക്സാം എന്ന് ഞാൻ വിചാരിച്ചു.
അവസാനം ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ ആ മാസാവസാനം എൻ്റെ എക്സാമിന് റിസൾട്ട് വന്നു. 542 എന്ന മാർക്ക് തന്ന് അമ്മ എന്നെ വീണ്ടും പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി എന്നെ ഉയർത്തി. അന്നേരം ഞാൻ 1000 നന്ദി ഞാൻ അമ്മയ്ക്ക് മുട്ടുകുത്തി നിന്ന് 1000 നന്ദി ഞാൻ അറിയിച്ചു. എനിക്ക് വിഷമമാണോ സന്തോഷമാണോ, അമ്മയെ കെട്ടിപ്പിടിക്കാനുള്ള അത്രയും സ്നേഹം എനിക്ക് അമ്മയോട് തോന്നി. അമ്മേനെ വീണ്ടും വീണ്ടും അമ്മയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് എൻ്റെ പ്രോസസ്സിങ് എല്ലാം വീണ്ടും ഡിലേ ആയി. എൻ്റെ കൂടെയുള്ളവരെല്ലാം കയറിപ്പോയി. കുറേ പേരുടെയൊക്കെ മെഡിക്കൽ റിജക്റ്റായി. ഇങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ പക്ഷേ എന്നും എല്ലാ മാസവും ഇവിടെ വരും, എല്ലാ മാസവും വരും. എല്ലാവരും എന്നെ കളിയാക്കിയിട്ടുണ്ട്, ഒരു അക്രൈസ്തവയ നീന്തന എല്ലാ മാസവും ഇവിടെ വരുന്നത്. പക്ഷേ ഞാൻ എല്ലാ മാസവും ഇവിടെ വരും. ഒരു ദിവസം ഞാൻ ഇവിടെ വന്ന് അമ്മയെ കാണും. ആ മാസത്തെ പത്രങ്ങൾ എനിക്ക് നിർബന്ധമാണ്. എല്ലാ മാസത്തെ പത്രങ്ങളും മേടിക്കണം, അത് കൊടുക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അങ്ങനെ ഞാൻ എല്ലാ മാസത്തെ പത്രങ്ങളും മേടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഒക്ടോബർ മാസത്തിൽ ഞാൻ മേടിച്ച പത്രത്തിൽ ജപമാല മാസം, ആ മാസത്തിൽ ഞാൻ എഴുതിയിട്ടു. ആ ഒരു ഡേറ്റ് ഡിസംബർ 17 എന്നൊരു ഡേറ്റ് ഞാൻ എഴുതിയിട്ടു. പക്ഷെ ഞാൻ പോലും മറന്നുപോയി ആ ഡേറ്റ് എഴുതിയിട്ടത്. ആ ഡേറ്റ് എഴുതി ഞാൻ എല്ലാ മാസത്തെ ഒരു പത്രം എന്നേലും പോകാൻ പറ്റും വിദേശത്ത് പോകാൻ പറ്റും എന്ന ഡോക്യുമെൻറ്റിൻ്റെ കൂടെ അമ്മ അനുഗ്രഹിക്കുമെന്ന വിശ്വാസത്തിൽ ആ പത്രങ്ങളെല്ലാം ഞാൻ ശേഖരിച്ച് ആ ഫയലിൽ വെക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ചൊവ്വാഴ്ച, കഴിഞ്ഞ ചൊവ്വാഴ്ച എനിക്ക് പെട്ടെന്നൊരു ഇൻ്റർവ്യൂ കോൾ വരികയും ഇൻ്റർവ്യൂ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. എനിക്ക് പാടായിരുന്നു, ഇൻ്റർവ്യൂ ഭയങ്കര പാടായിരുന്നു. പക്ഷേ ഞാൻ പിന്നീട് കലണ്ടറിൽ നോക്കിയപ്പോൾ ആ ചൊവ്വാഴ്ച ഞാൻ പുറത്ത് നിൽക്കുമായിരുന്നു. പുറത്ത് നിന്നപ്പോഴാണ് ഇൻ്റർവ്യൂ വന്നത്, ചൊവ്വാഴ്ച. അപ്പോൾ എനിക്ക് ഉറപ്പിച്ചു ചൊവ്വാഴ്ച ഇത് അമ്മ കൊണ്ടു തന്ന ഇൻ്റർവ്യൂ ആണ്. എന്നിട്ട് ഞാൻ വീണ്ടും അമ്മയോട് പറഞ്ഞു, അമ്മ തന്നാണെങ്കിൽ എനിക്ക് വീണ്ടും ഒരു അടയാളം കൂടെ തരണം. അന്ന് തന്നെ അമ്മ എൻ്റെ വിസ നമ്പരും ഇട്ട് തന്നു. എനിക്ക് ഉറപ്പിച്ചു, ഞാനപ്പോൾ ഉറപ്പിച്ചു അമ്മ തന്നാണ്. ആ ചൊവ്വാഴ്ച എനിക്ക് വിസ നമ്പരും ഇൻ്റർവ്യൂ ഓഫർ ലെറ്ററും അമ്മ തന്ന അനുഗ്രഹിച്ച അമ്മ തന്നെയാണ് എനിക്ക് തന്നതെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് അതിൻ്റെ പിറ്റേന്ന് മെഡിക്കലിൽ വലിയൊരു അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് കിഡ്നി സ്റ്റോണും യൂറിക് ആസിഡും ഒക്കെയുണ്ട്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് ഇത്രയും പല ബുദ്ധിമുട്ടുകളും ഞാൻ നേരിടുന്നുണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് മുൻപേ അമ്മ അവിടെ എത്തണം, എങ്കിൽ മാത്രമേ എനിക്ക് മെഡിക്കൽ കിട്ടത്തുള്ളൂ. എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ എക്സ്റേ പാച്ചുണ്ട്, എക്സ്റേയിൽ പാടുകളുണ്ട്. എൻ്റെ നെഞ്ചിൽ എക്സ്റേയിൽ പാടുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ലല്ലോ, അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ. അപ്പം എനിക്ക് മുൻപേ എല്ലായിടത്തും അമ്മ ചെല്ലണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് അക്രൈസ്തവയായതുകൊണ്ട് ബൈബിള് വചനങ്ങളെല്ലാം ഞാൻ എഴുതിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലാതെ മനപ്പാടമില്ല. ആ മനപ്പാടം ആവാൻ വേണ്ടി ഞാൻ എഴുതിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എറണാകുളത്തായിരുന്നു മെഡിക്കൽ. എറണാകുളം വരെ കൊന്ത ജോലിയാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് ഓരോ റൂമിലും ഞാൻ കയറുമ്പം ഞാൻ വളരെ ടെൻഷനോട് കൂടിയാണ് കയറുന്നത്. ഉപ്പും ഈ പറഞ്ഞ പോലെ ജീൻസിൻ്റെ പോക്കറ്റിൽ ഇട്ടേക്കുന്നത്, അവർ കാണാതെ ജീൻസിൻ്റെ പോക്കറ്റിൽ ഇട്ട് തൈലം ബാഗിനകത്ത് പാത്ത് വെച്ചിട്ട് ആണ് കൊണ്ടുപോകുന്നത്. എന്നിട്ട് തൈലം ഞാൻ നെഞ്ചിൽ തേച്ച് എക്സ്റേ റൂമിൽ കയറി ബ്ലഡ് കൊടുക്കാൻ നേരം ബ്ലഡിൽ കയ്യിൽ ഞാൻ തേച്ചിട്ട് ആ കുത്തുന്ന ഭാഗത്ത് അവരെടുത്തോട്ടെ ബ്ലഡ് എടുത്തിട്ട് അങ്ങനെ ഞാൻ തേച്ചാണ് മെഡിക്കൽ റൂമിലെല്ലാം കയറി ലാസ്റ്റ് റൂമിൽ ECG റൂമിൽ കയറുന്നതിന് മുൻപ് ഞാൻ ശ്രദ്ധിച്ചു, എനിക്ക് മുൻപേ ഒരു ലേഡി ഈ ജോസഫ് അച്ഛൻ തന്ന ആ കാശ് രൂപം അണിഞ്ഞ് ഒരു ലേഡി എനിക്ക് മുൻപേ കയറുന്നുണ്ട്. എല്ലാ റൂമിലും കയറി ആ സ്ത്രീ തിരിച്ചിറങ്ങിയിട്ട് എന്നെ നോക്കി ചിരിക്കുന്നുണ്ട്. ലാസ്റ്റ് വാക്സിൻ റൂമിൽ ഞാൻ കയറിയപ്പോഴും ആ ലേഡി അവിടെ കയറി ഇറങ്ങി ഞാൻ വെളിയിൽ വന്നിരുന്നു. അവരെൻ്റെ ഇപ്പുറത്ത് വന്നിരുന്നു. എന്നോട് ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, സൗദി. ആദ്യമായിട്ടാണോ? ഞാൻ പറഞ്ഞു, അതെ. പേടിക്കണ്ട കേട്ടോ. എന്നിട്ട് ഇവിടോട്ടാണ് കിട്ടിയത്. ഞാൻ പറഞ്ഞു, സ്ഥലമായിട്ടില്ല, ഇന്ന സ്ഥലമാണ്, ഇന്ന ഹോസ്പിറ്റലാണ്. അന്നേരം എന്നോട് പറഞ്ഞു, പേടിക്കണ്ട, പണ്ട് ഞാൻ അവിടെ കുറേ നാൾ വർക്ക് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഈ കാശ് രൂപം ഇങ്ങനെ ഞാൻ കാശ് രൂപത്തിലുള്ള കൂടുതൽ നോക്കും. അപ്പോൾ എന്നോട് ചോദിച്ചു, കൃപാസനത്തിൽ പോകുന്നുണ്ടോ എന്ന് ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഉണ്ട്. പേടിക്കേണ്ട, മാതാവെല്ലാം നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ആ സ്ത്രീ എഴുന്നേറ്റ് പോയി. അത് കഴിഞ്ഞപ്പം എനിക്ക് ഉറപ്പായിരുന്നു അമ്മ എനിക്ക് അടയാളം തന്ന് സ്ഥിരീകരിച്ചാണ്. എനിക്ക് മുൻപേ അമ്മ പോകണമെന്നാണ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചത്, യാചിച്ചത്. എനിക്ക് മുൻപേ അമ്മ എല്ലാ റൂമിലും കയറി ഇറങ്ങി എന്നെനിക്ക് ഉറച്ച് ഞാൻ വിശ്വസിച്ചു. 3 മണിയായപ്പോൾ എൻ്റെ മെഡിക്കൽ റിസൾട്ട് വന്നു. അമ്മ മെഡിക്കൽ ഫിറ്റാക്കി തന്ന് എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് വിസയ്ക്ക് കൊടുക്കണമ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എല്ലാ കാര്യങ്ങളും എൻ്റെ ചൊവ്വാഴ്ചയാണ്. അപ്പോൾ വിസ എനിക്ക് ചൊവ്വാഴ്ച തന്നാൽ എനിക്ക്
അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള എനിക്ക് ഉറപ്പായേനെ. അങ്ങനെ അവസാനം ചൊവ്വാഴ്ചയാണ് എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്തെന്ന് പറഞ്ഞ് ഡിജിറ്റൽ ഡോക്യുമെൻ്റ് എനിക്ക് ഇട്ട് തരുന്നതും ചൊവ്വാഴ്ചയായിരുന്നു, ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച. ഇപ്പം ഞാൻ വിസയും കൈപ്പറ്റി നേരെ എറണാകുളത്തുനിന്ന് വിസയും കൈപ്പറ്റി നേരെ ഇങ്ങോട്ടാണ് വന്നത് അമ്മയോട് സാക്ഷ്യം പറയാനായിട്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് പ്രധാനമായും കിഡ്നി രോഗികൾ, ക്യാൻസർ രോഗികൾ. ഞാൻ ഫീൽഡ് തല ജോലികളൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഫീൽഡിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് ക്യാൻസർ രോഗികളൊക്കെ കാണാൻ പറ്റും. അവിടെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം ചെയ്യും. പിന്നെ പത്രം വാങ്ങിച്ച് ആദ്യം ഞാൻ അവർക്ക് കൊടുത്തിട്ടേ മറ്റാർക്കും കൊടുക്കത്തുള്ളൂ. കാരണം കുറേ പേര് എന്നെ നോക്കി ഇരിക്കുന്നവരുണ്ടായിരുന്നു ഫീൽഡിൽ, അവർ ആ പത്രം വായിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതുകൂടാതെ ഞാൻ വിശേഷവിധിയായി ജോസഫ് അച്ഛൻ പറയും, വിശേഷവിധിയായി ചെയ്യണം എന്തെങ്കിലും ധ്യാനത്തിൽ, അല്ലാതെ ചുമ്മാ എന്തെങ്കിലും കാണിച്ചിട്ട് ഒരു കാര്യവും ഇല്ലെന്ന് അച്ഛൻ പറയും. അപ്പോൾ എനിക്ക് ഒരു ദിവസം ഞാൻ നോക്കിയപ്പം ആലോചിച്ചു, സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു, വിശേഷവിധിയായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി എല്ലാ പേപ്പറിലും പിൻ ചെയ്ത് കൈവച്ച് എഴുതി എല്ലാ പേപ്പറിലും പിൻ ചെയ്ത് ഞാൻ എല്ലായിടത്തും കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യും. പിന്നെ രോഗികൾക്ക്, കിഡ്നി രോഗികൾക്കൊക്കെ ധനസഹായം, എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ സഹായങ്ങളാണെങ്കിലും ഞാൻ ഓൺലൈനിൽ എനിക്ക് അറിയാവുന്ന ആളുകൾക്ക് ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ ഏറ്റവും ഉടമ്പടിയിൽ നിന്ന് എനിക്ക് കിട്ടിയ ശത്രുക്കളോട് ക്ഷമിക്കാൻ പറ്റിയത്, എനിക്ക് ഭയങ്കര മനസ്സിൽ പകവച്ച് പെരുമാറുന്ന സ്വഭാവമായിരുന്നു. എന്നോട് മോശമായിട്ട് പെരുമാറിയ ഓരോരുത്തരോടും ഞാൻ അങ്ങനെയായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസപ്പെട്ട് അവരോടൊക്കെ എളിമപ്പെട്ട് അങ്ങോട്ട് കയറി മിണ്ടാനും അങ്ങോട്ട് മെസ്സേജ് അയക്കാനും വിളിക്കാനും ഒക്കെ എനിക്ക് അതിനുള്ള കൃപയും അമ്മ എനിക്ക് തന്നു. മാതാപിതാക്കളോടാണേലും എല്ലാവരോടും എനിക്ക് അനുകമ്പയും, ഒരു വയ്യാഴിയെന്ന് പറഞ്ഞാൽ ആരോടായാലും അനുതാപവും അനുകമ്പയും എല്ലാം, എനിക്ക് തെറ്റ് ചെയ്താൽ കുറ്റബോധവും എല്ലാം എനിക്ക് അമ്മ അതിനുള്ള കൃപയെല്ലാം തന്നു. അമ്മയ്ക്ക് 1000 നന്ദി. ഇനി സാക്ഷ്യങ്ങൾ പറയാൻ അമ്മ എനിക്ക് അനുഗ്രഹം തരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. സങ്കീർത്തനം 31:19. ഉടമ്പടിയിലൂടെ ഉടമ്പടി മക്കൾ ദൈവത്തെ സ്നേഹത്തോടെ ആദരിക്കുകയും അവിടുത്തെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്യുന്നത്. ദൈവം തൻ്റെ മക്കൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയിൽ നിന്നുള്ളതാണ് നമുക്ക് നൽകുന്നത്. ദൈവത്തിൻ്റെ നന്മ അളവറ്റതാണ്. അവിടുത്തെ സ്നേഹവും നമ്മുടെ കണക്കുകൂട്ടലുടെയും പ്രതീക്ഷകളിലും ഒതുങ്ങാത്ത ഒരു അളവറ്റ സ്നേഹമാണ്. ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് നമ്മൾ ഉടമ്പടി സാക്ഷ്യത്തിൽ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നത്. ലക്ഷ്മി എസ് കുമാർ എന്ന മകളുടെ സാക്ഷ്യത്തിൽ നിന്നും നമ്മൾക്കിതാണ് മനസ്സിലാകുന്നത്. കർത്താവ് അങ്ങയുടെ അനുഗ്രഹങ്ങൾ തൻ്റെ ഭക്തർക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ്. ആ ഒരുക്കി വെച്ച അനുഗ്രഹങ്ങളുടെ ഒരു സാക്ഷ്യമാണ് നാം ഇപ്പോൾ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ ഈ മകൾ വന്നു നിന്ന് നമുക്ക് സാക്ഷ്യപ്പെടുത്തിയത്. ആദ്യമായി തന്നെ കൂട്ടുകാർ പറഞ്ഞപ്പോൾ വിശ്വസിക്കാതിരുന്നതും പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും IELTS എഴുതി UK സ്കോർ കിട്ടിയ ശേഷം ഒരു നല്ലൊരു കോൺഫിഡൻസ്, പെർഹാപ്സ് ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ ഒരു എളിമപ്പെട്ട ജീവിതത്തിലേക്കാണ് ഈ മകളെ ഈശോയും അമ്മയും കരം പിടിച്ച് നടത്തിയത്. പിന്നീട് എല്ലാ ഭൗതിക കാര്യങ്ങളും വിട്ടിട്ട് ആത്മീയമായിട്ടുള്ള ജീവിതം നയിക്കാനാണ് ഈ മകൾ ആഗ്രഹിച്ചത്. സ്വന്തം ഇഷ്ടത്തിൽ നിന്ന് പിന്നീട് അമ്മയുടെ ഇഷ്ടത്തിലേക്കാണ് മാറ്റിയത്. ദൈവഹിതമനുസരിച്ച് ജീവിക്കുവാനും അവിടെ ആ ഉടമ്പടി ജീവിതം ഭക്തിയോടെ നയിക്കുവാനുമുള്ള ഒരു നല്ലൊരു ആത്മീയ ജീവിതത്തിലേക്കാണ്, ഭൗതിക ജീവിതത്തിൽ ഉള്ള എല്ലാ കാര്യങ്ങളും വിട്ട് ഈ മകൾ പതുക്കെ മുന്നോട്ട് നയിക്കാൻ തീരുമാനിച്ചത്. 5ാം ഉടമ്പടി പുതുക്കിയപ്പോഴാണ് അടുത്ത എക്സാമിനുള്ള ഡേറ്റ് ഇട്ടത്, പ്രാർത്ഥിച്ചതും. ചെന്നൈയിലായിരുന്ന എക്സാം, പോകുന്ന വഴിക്ക് മുഴുവൻ പ്രാർത്ഥിച്ചു. പക്ഷെ അവിടെ ചെന്നപ്പോൾ പ്രതീക്ഷകളെല്ലാം അസ്തമിക്കുന്നത് പോലെ പരീക്ഷ വളരെ കഠിനമായിരുന്നു. എപ്പോഴും ഈ മകൾ എല്ലാ കാര്യത്തിലും ഒരേ ഒരു പ്രാർത്ഥനയാണ് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്, അമ്മേ എനിക്ക് മുൻപേ പോകണമെന്നാണ്. എല്ലായിടത്തും ഈ മകൾക്ക് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചതാണ് നമ്മൾ വീണ്ടും കാണാൻ സാധിക്കുന്നത്. പരീക്ഷ എഴുതി എഴുന്നേറ്റപ്പോഴും ആ മുല്ലപ്പൂ അവിടെ ഉണ്ടായിരുന്നതും പിന്നീട് മെഡിക്കൽ ടെസ്റ്റിന് പോയപ്പോഴും
അമ്മയുടെ സാന്നിധ്യം വളരെ ശക്തമായിട്ടാണ് ഈ മകൾ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ അമ്മ എനിക്ക് മുൻപേ പോകണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയും ഈശോയും കൂടെയാണ് ഈ മകളുടെ കൂടെ ഉണ്ടായിരുന്നത്. മെഡിക്കൽ ടെസ്റ്റിൻ്റെ പല കോംപ്ലിക്കേഷൻസും ഉണ്ടായിരുന്നതെല്ലാം ഈശോയും അമ്മയോടും പ്രാർത്ഥിച്ചപ്പോൾ, എനിക്ക് മുൻപേ പോകണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു സ്ത്രീയുടെ രൂപത്തിലാണ് ഈ മകളുടെ മുൻപേ പോയി മകളോട് പറഞ്ഞ് കൃപാസനത്തിൽ പോകുന്നതല്ലേ, പ്രാർത്ഥിച്ചു, ഭയപ്പെടേണ്ട എന്നാണ് ഈ മകളോട് പറഞ്ഞത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിലാണ് ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ട സങ്കീർത്തനത്തിൽ ഭക്തർ തൻ്റെ ഭക്തർക്ക് എവിടുന്ന് അനുഗ്രഹം വർഷിച്ചിരിക്കുന്നു, ഒരുക്കി വച്ചിരിക്കുന്നു. ഈശോയിൽ അഭയം തേടുമ്പോൾ ഈശോയും അമ്മയും കൂടെ നിൽക്കുന്ന ഒരു അനുഭവമാണ് നമ്മുടെ ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ. വിശേഷവിധിയായിട്ട് ഈ മകൾ പറഞ്ഞത്, പത്രത്തിൻ്റെ കൂടെ ഓരോ പത്രം കൊടുക്കുമ്പോഴും ആ പത്രത്തിൻ്റെ കൂടെ കൈവക്ഷരത്തിൽ എഴുതിയ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥനയാണ് ഈ മകൾ വിശേഷവിധിയായിട്ട് ചെയ്തത്. ജോസഫ് അച്ഛൻ എപ്പോഴും പറയും, നമുക്ക് നമ്മുടെ ആസ്തി കൂട്ടണം, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആസ്തി കൂട്ടി നമുക്ക് എന്തെങ്കിലും വിശേഷവിധിയായിട്ട് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക എന്നാണ് ഈ മകൾ അതുപോലെ ചെയ്ത്. അതുകൊണ്ടാണ് ഈ മകൾക്ക് കൂടുതൽ ഈശോയുടെ അനുഗ്രഹവും ഈശോയുടെ ഹിതമനുസരിച്ച് ജീവിക്കാൻ അങ്ങ് സ്വന്തം സമർപ്പിച്ച്, ജസ്റ്റ് സമർപ്പിച്ച് ഈശോയുടെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചപ്പോഴാണ് ഈ മകളുടെ ജീവിതത്തിൽ ഒരു വലിയ പുത്തൻ വഴി ഈശോയും അമ്മയും തുറന്നു കൊടുത്തത്. എളിമപ്പെടുത്തിയ ഒരു ജീവിതം, പ്രാർത്ഥനാരൂപിയിലും ഭക്തിയോടെയുള്ളൊരു ജീവിതം, വിശ്വാസ ജീവിതമാണ് ഉടമ്പടി ജീവിതത്തിൽ ഈ മകൾ നയിച്ചത്. ആ ജീവിതമാണ് ഈ മകളെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും അനുതപിക്കുവാനും അനുതപത്തിൽ കൂടെ അനുഗ്രഹം ലഭിക്കുവാനും ഈ മകൾക്ക് സാധിച്ചത്. ബൈബിൾ വചനങ്ങൾ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലായ്പ്പോഴും സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യം ഈ മകളുടെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചതും ഈ മകൾക്കുള്ള ആസ്തിയാണ്. അതായത് ആത്മീയമായിട്ടുള്ള എളിമയായി താഴ്ന്നപ്പോഴാണ് ഈശോയും അമ്മയ്ക്കും ഈ മകളുടെ ജീവിതത്തിൽ കടന്നു ചെല്ലാൻ സാധിച്ചത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ എത്രയുണ്ടായാലും ഈശോയുടെ അമ്മയുടെയും കൂടെ നിന്ന് ഈശോയും അമ്മയും നമ്മുടെ നന്മയ്ക്കായാണ് എല്ലാം ചെയ്ത് ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് വിശ്വസിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. നമുക്കും ദൈവത്തിൽ ആശ്രയിച്ച് ഭക്തിയോടെ ഉടമ്പടി ജീവിതം നയിക്കാം. ദൈവത്തിൽ മുൻകൂട്ടി ഒരുക്കിയിരിക്കുന്ന മഹത്തായ നന്മയും അവനിൽ ആശ്രയിച്ചുകൊണ്ട് ഉള്ള നമ്മുടെ വിശ്വാസവും ഉറപ്പിക്കാം. ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ലക്ഷ്മി എസ് കുമാറും അവർ കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അമ്മയ്ക്കും ദിവ്യകുമാരനും 1000 നന്ദി. എൻ്റെ പേര് അഞ്ജു പൗലോസ്. ഞാൻ അങ്കമാലിയിൽ അടുത്തുള്ള അയ്യമ്പഴയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. നേഴ്സിംഗ് പഠിത്തം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്ത് എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം എന്നുള്ളത്. എൻ്റെ പപ്പ ഒരു കൃഷിക്കാരനാണ്. അപ്പോൾ എല്ലാവരെയും പോലെ തന്നെ ഞാൻ നേഴ്സിംഗ് പഠിത്തം കഴിഞ്ഞു. ഞാൻ OET ഒക്കെ പഠിച്ചു. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് OET ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞാൻ OET പഠിച്ചു. അപ്പോൾ ഞാൻ ആദ്യത്തെ എക്സാം എഴുതി. ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതി. പക്ഷേ ആദ്യത്തെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഒരു മൊഡ്യൂളിന് എൻ്റെ പോയി. എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ പറഞ്ഞാൽ പെട്ടെന്ന് സങ്കടം വന്ന് ഒരുപാട് ഡൗൺ ആവും. അപ്പോൾ എൻ്റെ ആൻറ്റിയും എൻ്റെ മമ്മിയും ഭയങ്കര പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തിയാണ്. അപ്പോൾ ആൻറ്റി പറഞ്ഞു, മോൾ പേടിക്കണ്ട, നമുക്ക് ഇനി എഴുതാലോ, ഞാൻ ആൻറ്റി കൃപാസനത്തിൽ വരാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ഒരു ഡേറ്റും കൂടി എടുക്ക്, എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് എഴുതി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്കും ഒരു മൊഡ്യൂളിന് പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചൊന്ന് എഴുതാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു തവണയും കൂടി എഴുതി. അപ്പോഴും റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഒരു മൊഡ്യൂളിന് പോയി. എനിക്ക് ആകെ സങ്കടമായി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പോൾ ആൻറ്റി പറഞ്ഞു, അന്ന് നീ എൻ്റെ കൂടെ ഒന്ന് കൃപാസനത്തിൽ വാ. എനിക്കങ്ങനെ അറിയില്ല, കൃപാസന മാതാവിനെ പറ്റി കേട്ടിട്ടുണ്ടെങ്കിലും എനിക്കങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയില്ലായിരുന്നു. അപ്പോൾ നീ എൻ്റെ കൂടെ ഒന്ന് വാ, അൽത്താരയിൽ വന്ന് ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാനൊരു ദിവസം ഒരു ഞായറാഴ്ച ഞാൻ ഈ അൽത്താരയിൽ മുമ്പിൽ വന്നിരുന്ന് അമ്മയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കും. അമ്മേ, എനിക്ക് പരീക്ഷ പാസ്സാക്കി തരണം, എൻ്റെ വലിയൊരു സ്വപ്നമല്ലേ, എൻ്റെ കുടുംബത്തെ എനിക്ക് നോക്കണ്ടേ എന്ന് പറഞ്ഞ് ഒരുപാട് പ്രാർത്ഥിച്ചു. എന്നിട്ട് പക്ഷേ ഉടമ്പടി എടുത്തില്ല. ഞാൻ ആൻറ്റിയോട് പറഞ്ഞു, വേണ്ട ഉടമ്പടി എടുക്കണ്ട, പ്രാർത്ഥിച്ചിട്ടില്ലേ, നമുക്ക് മാതാവ് ഏറ്റെടുത്തോളൂ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോയി. അന്നൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ എക്സാം എൻ്റെ കൂട്ടുകാരിക്ക് അപ്പോൾ ഒരു ഇൻ്റർവ്യൂ വന്നു UK-ന്ന്. അപ്പോൾ അവൾ പറഞ്ഞു, എടി നീ ഒരു തവണ കൂടെ എഴുതുക, അപ്പം നമുക്ക് ഒരുമിച്ച് പോവാം
അവളുടെ ചേച്ചി അവിടെയുണ്ട്. അപ്പോൾ അവൾ പറഞ്ഞു, ആടി ഞാനന്ന് ഒന്നും കൂടെ എഴുതാമെന്ന് പറഞ്ഞു. പക്ഷെ ഉടമ്പടി എടുക്കാതെ ഞാൻ ഒരു തവണയും കൂടെ എഴുതി. അപ്പോഴും സെയിം മൊഡ്യൂളിന് തന്നെ ഞാൻ പിന്നെയും പോയി. ഭയങ്കര സങ്കടമായിപ്പോയി, വളരെയേറെ തകർന്നു പോയി. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ഇനി ഒന്നും നോക്കണ്ട, നമുക്ക് കൃപാസനത്തിൽ വരാം, വന്ന് ഉടമ്പടി നീ എന്തായാലും എടുക്കണം, ആൻറ്റിയും വരാം, ആൻറ്റി പറഞ്ഞു തരാം, കൂടെ ഇരിക്കാം, മമ്മീനെയും കൂട്ടി. എൻ്റെ മമ്മി ഒരുപാട് വിഷമിക്കണം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനാണെങ്കിൽ രാത്രി ഇന്ന് കരച്ചിലൊക്കെ ആയിരുന്നു. ഇവിടെ വന്നു, ഉടമ്പടി എടുത്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞാൻ കൃത്യമായി എല്ലാം രാവിലെ 5:30 എണീക്കും, പ്രാർത്ഥിക്കും. എൻ്റെ OIT-യുടെ ഓരോ മൊഡ്യൂളും ഞാൻ മാതാവിൻ്റെ ബുക്കിൻ്റെ ഉള്ളിൽ വെക്കും. മാതാവിന് ഒരു കത്ത് എഴുതും, മാതാവ് ഈ പ്രാവശ്യം എന്നെ വിജയിപ്പിക്കണം കേട്ടോ, ഇനി ഞാൻ എഴുതില്ല, ഇനി എനിക്ക് പറ്റില്ല എഴുതാൻ, എൻ്റെ പപ്പയുടെ കയ്യിൽ കാശില്ല, ഇനി എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ ഇത് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ജോലിക്ക് കയറും, ഞാൻ വെറുതെ ഇങ്ങനെ ആയിപ്പോകുമെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ എക്സാം ഹാളിൽ വന്നു. ഞാൻ ഒറ്റയ്ക്ക്, എൻ്റെ കൂട്ടിന് ആരുമില്ല, ഞാൻ ആകെ തന്നെ വന്ന് പരീക്ഷ എഴുതി. മാതാവിനോട് ചോദിച്ചിട്ട് ഞാനൊരു ഡേറ്റ് എടുത്തിട്ട് ഹാളിൽ ചെന്നപ്പോൾ ആകെ പേടി, വിറയൽ. പക്ഷേ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കാശുരൂപം, ഉപ്പ്, അതുപോലെ തന്നെ തൈലവും തന്നിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ തന്നെ പ്രാർത്ഥിച്ച് തൈലം പുരട്ടി. കയ്യിൽ ഞാൻ ഉപ്പ് കെടാൻ പറ്റില്ല, അപ്പം ഞാൻ കയ്യിലൊക്കെ ഇങ്ങനെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലിക്കയറുന്നതിന് മുമ്പ് ആ ഹാളിൻ്റെ അവിടെ ചെറിയ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, എന്നെ വിജയിപ്പിക്കണം, എൻ്റെ കൂടെ വരണം, സഞ്ചാരി മാതാവല്ലേ കൂടെ വരണം എന്ന് പറഞ്ഞ് അമ്മേനെയും കൂട്ടിക്കൊണ്ട് പോയി ഞാൻ പരീക്ഷ എഴുതി. റീഡിങ് എനിക്ക് ഭയങ്കര പാട്, ലിസണിങ് കേൾക്കാൻ പറ്റണില്ല, ഭയങ്കര സങ്കടമായിപ്പോയി. എന്നിട്ട് ഞാനത് എഴുതി. പക്ഷെ സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര അമ്മ പറഞ്ഞു തരും പോലെ എനിക്ക് തോന്നി. സ്പീക്കിംഗ് എനിക്ക് എളുപ്പമായിരുന്നു. ഞാൻ ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും വിശ്വാസ പ്രമാണവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചെല്ലും. അത് കഴിഞ്ഞ് ഞാൻ എഴുതി വന്നു. അപ്പോഴും ബൈബിളൊക്കെ വായിച്ച് ഞാൻ സമർപ്പിച്ച് എന്നെപ്പോലെ ആ ഹാളിലുള്ള എല്ലാ മക്കൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അതിന് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ റിസൾട്ട് മാത്രം അവർ പബ്ലിഷ് ചെയ്തില്ല, അത് വിത്ത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കാം. ആകെ സങ്കടമായിപ്പോയി. അമ്മ എനിക്ക് തന്ന സമ്മാനം എന്താണെന്ന് അറിയാൻ പോലും എനിക്ക് പറ്റണില്ലല്ലോ അമ്മയെന്ന് വിചാരിച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്താ അമ്മയെ വിത്ത് ഹോൾഡ് ചെയ്ത്? അപ്പം ഞാൻ അറിയാവുന്നവരോടൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അത് ചിലപ്പോൾ അങ്ങനെ വിത്ത് ഹോൾഡ് ചെയ്യും, ചിലപ്പോൾ തോറ്റുകൊണ്ടായിരിക്കും വിത്ത് ഹോൾഡ് ചെയ്തെന്നൊക്കെ പറഞ്ഞു. ഞാൻ ആകെ ഡൗൺ ആയിപ്പോയി. പക്ഷെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ ഉടമ്പടി എടുത്തല്ല, അങ്ങനെ എന്നെ തോൽപ്പിക്കുമോ എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കുട്ടികളുടെ ഞാനിങ്ങനെ കുറേ ഗ്രൂപ്പിലൊക്കെ ചോദിച്ചപ്പോൾ അവർ 2-3 പേരുടെ അങ്ങനെ വിത്ത് ഹോൾഡ് ചെയ്തിട്ടുണ്ട്. 2-3 ദിവസം കഴിയുമ്പോൾ അവരുടെ റിസൾട്ട് ഒന്നും എൻ്റെയും വന്നിട്ടില്ല. അപ്പോൾ ആകെ സങ്കടമായിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്ക് പോയി. ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് എനിക്കൊരു മെയിൽ വന്നു. എനിക്കത് പെട്ടെന്ന് ഭയങ്കര സന്തോഷമായി. മെയിൽ വന്നു. ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഒരു റൂമിൽ പോയി ഞാനൊന്ന് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അവിടെ ചെന്ന് മുട്ടുകുത്തി കൈവിരിച്ച് കാശുരൂപം സമർപ്പിച്ച് മെയിലിൽ വെച്ച് ഞാൻ മെയിൽ തുറന്നു. അമ്മ എനിക്ക് അയർലൻഡ് സ്കോർ തന്നു. എനിക്ക് ഒരുപാട് സന്തോഷമായി. എൻ്റെ പപ്പയും മമ്മിയുടെ ഒക്കെ സന്തോഷം എനിക്കപ്പോൾ ഭയങ്കര ഒരു ഇതായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയൊരു അനുഗ്രഹം. അപ്പോഴാണ് അടുത്തൊരു പ്രശ്നം വന്നത്, റിക്രൂട്ട്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തു, ആരെയും എടുക്കണില്ല. അപ്പോഴും എൻ്റെ മൈൻഡിൽ ഞാൻ എൻ്റേതായ രീതിയിൽ അപ്പോൾ എല്ലാം സ്വപ്നങ്ങളും ഉണ്ട്. ഞാൻ മാതാവിനെ പ്രാർത്ഥിച്ചു, എന്താ അമ്മ ഞാൻ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് റിക്രൂട്ട്മെൻറ്റ് ഇല്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ മാതാവിനോട് ഇടയ്ക്കിടയ്ക്ക് പറയും. അപ്പോൾ പപ്പയുടെ ഒരു കൂട്ടുകാരൻ അയർലൻഡ് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അപ്പം ആ ചേട്ടൻ പറഞ്ഞു, നീ വിസ്ത ഏജൻസിയിലൊന്ന് കൊടുത്തു നോക്കുക, അവിടെ പിള്ളേരെ എടുക്കുന്നുണ്ട്, നീ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പപ്പ എന്നോട് പറഞ്ഞപ്പോൾ പപ്പ അയർലൻഡിന് ഇനിയും കാശാവില്ലേ, വേണ്ട പപ്പ ഞാനിപ്പോൾ കുഴപ്പമില്ല, ഞാൻ നാട്ടിൽ വല്ല സൗദിയൊക്കെ പൊക്കോളാന്ന് പറഞ്ഞു. പക്ഷെ പപ്പ സമ്മതിച്ച്, കാശ് നോക്കട്ടെ, നീ പൊക്കോ, എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ കൊടുത്തപ്പോഴും ആ വിസ്ത ഏജൻസിക്ക് കാശ് കൊടുക്കണം ആ ദിവസവും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കയ്യിലുള്ളതെല്ലാം നുള്ളി പറിക്കാൻ ഞാൻ തരണേ. ഇനി എൻ്റെ കയ്യിൽ അങ്ങനെ പപ്പനോട് എപ്പോഴും ചോദിക്കാൻ പറ്റില്ല. പപ്പ ഒരു കർഷകനാണ്, രാപകലില്ലാതെ കഷ്ടപ്പെടുക, എപ്പോഴും ചോദിക്കാൻ പറ്റില്ല. ഒരു വഴി എനിക്ക് ഇവിടെ തുറന്നു തരണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ ഉറപ്പൊന്നും പറഞ്ഞില്ല. എന്നെ പോലെ തന്നെ എന്തോരം കെട്ടിക്കിടക്കുന്ന കുറേ പിള്ളേരും ഉണ്ട്. അതിൻ്റെ ഇടയിൽ നിന്ന് അമ്മ എന്നെ സെലക്ട് ചെയ്യണേന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഒരു ദിവസം എനിക്കൊരു വിളി വന്നു, ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് അയർലൻഡിലോട്ട്, സ്ക്രീനിങ് ഉണ്ട്, മോള് വരുമോ പേപ്പർ അയക്കുമോ എന്ന് വെച്ചു. അപ്പം ഞാൻ മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് എനിക്ക് അപ്പം ഉണ്ടായ സന്തോഷം എനിക്കറിയില്ല. ഞാൻ എന്നിട്ട് അയച്ചു. അവരെന്നെ സ്ക്രീനിങ് ടെസ്റ്റിലും ഞാൻ മാതാവിൻ്റെ കാശുരൂപം വെച്ചുകൊണ്ട് തന്നെ അറ്റൻഡ് ചെയ്തു. സ്ക്രീനിങ് ടെസ്റ്റിൽ എന്നെ പാസ്സാക്കി തന്നു. അത് കഴിഞ്ഞ് മെയിൻ ഇൻ്റർവ്യൂ ഹോട്ടൽ മെറിറ്റിൽ വെച്ച്. എനിക്കറിയില്ല, ഞാൻ ഭയങ്കര ടെൻഷനുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എല്ലാവരും വെൽ ഡ്രസ്ഡ്, വെൽ പ്രിപ്പയർ ചെയ്യുന്നു. ഞാനാണെങ്കിൽ അത്ര വെൽ ഡ്രസ്ഡ് ഒന്നും ആയിരുന്നില്ല.
അത്ര ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ പ്രത്യക്ഷീകരണ ബുക്ക് ഇരുന്ന് വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് നീ വായിച്ച് നോക്കുക, എന്തെങ്കിലും പഠിക്കുക. അപ്പം നമുക്ക് അവരിങ്ങനെ ക്വസ്റ്റ്യൻസ് ഇറങ്ങി വന്ന പിള്ളേരൊക്കെ ക്വസ്റ്റ്യൻസ് പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ വേണ്ട, എനിക്ക് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ അമ്മ എന്നെ രക്ഷിച്ചോളൂ എന്ന് ഞാൻ അവരോട് പറയുമായിരുന്നു. അപ്പോൾ എനിക്ക് രാവിലെ ഇറങ്ങിയ എല്ലാ പിള്ളേരും ഇൻ്റർവ്യൂവിന് ഫെയിലായി എന്ന് പറഞ്ഞ് അവിടെ ഉള്ളൊരു ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. നിങ്ങൾ എന്താണ് ഒന്ന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാതെയാണ് പറയണേ. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ആദ്യത്തെ സ്ലോട്ട് എൻ്റെയാണ്. അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ അവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വരട്ടെ, അപ്പോഴും അത് കഴിഞ്ഞിട്ട് നീ കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ ടെൻഷൻ അടിച്ച് പ്രാർത്ഥിച്ച് കയറി. എൻ്റെ കയ്യിൽ കാശുരൂപം വെച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ എനിക്ക് ഇൻ്റർവ്യൂ ചെയ്ത് തന്നാൽ മതി, വേറെ ആരും വേണ്ട, എനിക്ക് അവർ പറയുന്ന ലാംഗ്വേജ് ഒന്നും മനസ്സിലായില്ലെങ്കിലോ അമ്മ എൻ്റെ ഇൻ്റർവ്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ ചില ആൻസറുകളൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു മാഡം എൻ്റെ ആൻസർ കേട്ടിട്ട് തിരിഞ്ഞിരുന്നു, ആ കസേരയും കൊണ്ട് തിരിഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ദൈവമേ എന്താ. പക്ഷെ ഞാൻ അവിടെ കാശുരൂപം എൻ്റെ കയ്യിലൊരു ഇച്ചിരി ഉപ്പും ഞാൻ അവിടെ വിതറിയിട്ട് പോയി. വീട്ടിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കുടുംബം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞൊരു മെയിൽ വന്നു, ഞാൻ പാസ്സായി, എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. അത് എനിക്ക് എക്സാം ഫീസ് പോലും അടയ്ക്കേണ്ട വന്നില്ല, അതെല്ലാം അവർ തന്നെ എടുക്കണേ. പിന്നെ അതിനു വേണ്ടി ഞാൻ മാതാവിനോട് 1000 നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞു. ഓക്കെ, ഞാനായിട്ട് ഡ്യൂട്ടിക്ക് കയറി. പിന്നെ എല്ലാം നോർമലായിട്ട് തന്നെ പോയി. പിന്നെ എനിക്കൊരു പോകേണ്ട സമയമായി. ഇപ്പോൾ DL പുതുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ DLന് വെച്ചു. DLന് വെച്ചപ്പോൾ എനിക്ക് 2 പ്രാവശ്യം റിജക്ഷൻ വന്നു ഒരു പേപ്പറിൻ്റെ കാര്യത്തിന്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് പോകാനുള്ള പ്രോസസ്സിങ് തുടങ്ങും, എത്രയും പെട്ടെന്ന് DL വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇത്ര വരെ എത്തിയില്ല, ഇനി ഇതും എന്നെ സഹായിക്കണം, മാതാവ് കൈവിടരുത്, എനിക്ക് വേറെ വഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 3ാമത് വെച്ചപ്പോൾ അമ്മ എനിക്കത് അക്സെപ്റ്റ് ചെയ്ത് തന്നു. ഞാൻ വിസയ്ക്ക് വെച്ചു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാൻ വെക്കുക കേട്ടോ, അമ്മ തന്ന സമ്മാനമാണ്, ഞാൻ വെക്കുക എന്ന് പറഞ്ഞ് അമ്മയോട് വിസയ്ക്ക് വെച്ചു. അതെന്നെ ലാസ്റ്റ് 2-3 ദിവസമായിപ്പോൾ പിന്നെ എനിക്കൊരു മെയിൽ വന്നു, എൻ്റെ എക്സാം ഡേറ്റ് എനിക്ക് എടുക്കാൻ പറ്റണില്ല എന്ന്. ഞാൻ ആകെ തകർന്നു പോയി. എല്ലാം ചെയ്തു, അവസാന നിമിഷം എന്നെ പരീക്ഷിക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് വിളിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഒന്നും കൂടെ എൻ്റെ DL ഞാൻ അവർക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ എക്സാം ഡേറ്റ് എടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് ഞാനിപ്പോൾ ജാനുവരി 19 എൻ്റെ സ്വപ്ന നാടായ അയർലൻഡിലോട്ട് പോവുക. എൻ്റെ കുടുംബത്തിനെ സംരക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറച്ച് വിശ്വാസമുണ്ട്. ജാനുവരി 24, 25 എൻ്റെ പരീക്ഷയാണ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ. അമ്മ എന്നെ കൈവിടില്ല എന്ന് തന്നെ എനിക്ക് ഉറപ്പുണ്ട്. അത് എത്ര ബുദ്ധിമുട്ടുള്ള പരീക്ഷയായാലും അമ്മ എന്നെ വിജയിപ്പിക്കും. ഞാൻ കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞാനൊരു നേഴ്സാണ്. അപ്പം ഹോസ്പിറ്റലുകളിൽ രോഗികൾക്ക്, അതായത് ഞാൻ ലിവർ ട്രാൻസ്പ്ലാന്റിൻ്റെ വാർഡിലാണ് നിന്നിരുന്നത്. അപ്പോൾ സർജറിക്ക് പോകും മുമ്പ് രോഗികളുടെ ആ ഒരു വേദന, അതായത് എത്രത്തോളം സക്സസ് ആവും എന്നുള്ള അവരുടെ നിരാശയും കുടുംബത്തിൻ്റെ നിരാശ മുഴുവൻ ഞാൻ കാണാറുണ്ട്. അപ്പം ഞാൻ അമ്മയോട് പറയും, അമ്മ ഒന്ന് കൂടെ പോകണം, ആ കുടുംബത്തെ അമ്മ രക്ഷിക്കണം എന്ന് അമ്മയോട് പറയാറുണ്ട്. അങ്ങനെ രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ അടുത്തുള്ള രോഗികളെ സന്ദർശിക്കും. ഇപ്പോൾ ഒരു ആംബുലൻസ് പോയാൽ പോലും ഞാൻ പറയും, സഞ്ചാരി മാതാവേ അമ്മ ഒന്ന് കൂടെ പോകണം കേട്ടോ, ചിലപ്പോൾ ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയായിരിക്കും ആ വണ്ടിയിലുള്ളത്, അമ്മ കൂടെ പോകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാർ, എനിക്കറിയാം എൻ്റെ പ്രായത്തിലുള്ള എല്ലാവരും പുറത്തോട്ട് പോകാൻ പറ്റാതെ കഷ്ടപ്പെടുക. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയും, ഞാനിങ്ങനെ കൃപാസനത്തിൽ വന്നിടി, എനിക്ക് അങ്ങനെ അനുഗ്രഹം തന്നതാ, നീ ഒന്ന് പോയി പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ഒരു ഹിന്ദുവായി എൻ്റെ ഒരു കൂട്ടുകാരി ഐശ്വര്യ എന്ന് പറഞ്ഞവൾ ഹിന്ദുവാണ്. അവൾ ഞാനിങ്ങനെ എടുത്തിട്ടാടി എനിക്ക് ഒഴിച്ച് കിട്ടിയത്, എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അതൊക്കെ എന്നെ സംബന്ധിച്ചോളം വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ കുടുംബത്തിൽ എൻ്റെ എവിടെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും ഈ കാശുരൂപം കൊന്തയില്ലാതെ ഞാൻ പോവാറില്ല. അമ്മയോട് പറഞ്ഞിട്ടാണ് പോണത്, പേടി മാറ്റിത്തരണം, എൻ്റെ കൂടെ അമ്മയുള്ളൂ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണം, അവിടെ ചെന്നിട്ട് ഒരു നല്ല കാലാവസ്ഥ തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എനിക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങൾക്കും, അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. ഞാൻ പിന്നെ പള്ളിയിൽ പോയി പറ്റുമ്പോൾ, ഇപ്പം നൈറ്റ് ആണെങ്കിൽ ചിലപ്പോൾ പോകാൻ പറ്റാറില്ലെങ്കിലും ഞായറാഴ്ചകളിലും ബുധനാഴ്ചകളിലൊക്കെ പള്ളിയിൽ പോവും, കുമ്പസാരിക്കും, പത്രങ്ങൾ കൊടുക്കും, അങ്ങനത്തെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യും. ഇപ്പം പള്ളി പോവാതിരിക്കുന്നവരൊക്കെ കാണുമ്പോൾ ഞാൻ പറയും പ്രാർത്ഥിക്കും, മാതാവിൻ്റെ അനുഗ്രഹം വലുതാ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. യേശുവും പരിശുദ്ധ അമ്മയും തന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായം 40-ാം തിരുവചനം. ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും, അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല. അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും. 5 പൗലോസ് എന്ന മകൾ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, മകളുടെ ജീവിതത്തിൽ ഉണ്ടായ സങ്കടവും വലിയ ടെൻഷനും എടുത്തു മാറ്റി
ഒരു വലിയ അയർലൻഡ് സ്കോർ വിജയം നൽകിയ ഒരു സാക്ഷ്യത്തെക്കുറിച്ചാണ്, നന്ദി പ്രകാശനമാണ് ഈ അൾത്താരയിൽ ഇപ്പോൾ കാഴ്ചവെച്ചത്. നഴ്സിംഗ് പാസ്സായതിന് ശേഷം OET പല പ്രാവശ്യം ട്രൈ ചെയ്തു. തോൽവിയിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ഈ മകൾ വളരെ സ്നേഹത്തോടുകൂടി, വളരെ സങ്കടത്തോടുകൂടി പരിശുദ്ധ അമ്മയെ ഒരു പേടിപ്പിച്ച പ്രാർത്ഥനയായിരുന്നു. ഇനി ഞാനിത് ജയിച്ചില്ലെങ്കിൽ ഞാനിനി നേരിട്ട് ഇവിടെ തന്നെ നേഴ്സായിട്ട് ജോലി ചെയ്യാൻ പോവുകയാണ്. നീ തന്നെ എനിക്കിപ്പോൾ ഈ ജോലി തന്നില്ലെങ്കിൽ നമ്മൾ തമ്മിൽ പിണങ്ങുമെന്നുള്ള ഒരു വലിയ ഇൻറ്റിമസിയോടുകൂടിയുള്ള ഒരു വാക്കുതർക്കത്തോടു കൂടിയാണ് പരിശുദ്ധ അമ്മയിൽ നിന്ന് കൂടുതൽ സ്നേഹത്തോടെ ഈ ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് മകൾ പ്രവേശിക്കുന്നത്. ഉടമ്പടി എടുത്ത് OET പരീക്ഷകൾ, നേർച്ച വസ്തുക്കളെല്ലാം കൃത്യമായി ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്നാണ് അഞ്ജുവിനെ വലിയ ഒരു വിജയം നൽകി അനുഗ്രഹിച്ചത്. അഞ്ജു നമ്മോട് ഇൻ്റർവ്യൂ സമയത്തുണ്ടായ വലിയ സ്ട്രഗിളിനെ കുറിച്ചെല്ലാം നമ്മോട് വിവരിക്കുകയുണ്ടായി. എത്ര തന്നെ നമുക്ക് സാധ്യമല്ലാത്ത എല്ലാ കാര്യങ്ങളുമാണ് നമ്മുടെ നിയോഗങ്ങളിൽ 6 ഒഴിഞ്ഞ കൽഭരണികളിൽ നമ്മൾ നിക്ഷേപിച്ച് വെള്ളം നിറച്ച് വയ്ക്കുന്നത്. ആ വെള്ളത്തെ വീഞ്ഞാക്കി രൂപാന്തരപ്പെടുത്തുന്ന ഈശോയുടെ ഒരു മഹാ അത്ഭുതങ്ങളാണ് എപ്പോഴും ഈ അൾത്താരയിൽ പ്രത്യക്ഷീകരണ സാക്ഷ്യമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ മക്കളെ ഏറ്റുപറയുന്നത്. അഞ്ജുവിനുണ്ടായതും അത് തന്നെയാണ്. തൻ്റെ പപ്പ ഒരു കൃഷിക്കാരനാണ്. വളരെ കഷ്ടപ്പെടുന്ന കുടുംബത്തിന് എനിക്കൊരു വലിയ താങ്ങായി നിൽക്കണം, അതിനുവേണ്ടിയുള്ള ഒരു വലിയ പ്രാർത്ഥന, ഒരു ആസ്തി മുന്നോട്ട് വെച്ചിട്ടാണ് പ്രാർത്ഥനയിലൂടെയും പ്രാർത്ഥിച്ചുള്ള പ്രവർത്തനത്തിലൂടെയും ഒരു ആസ്തി നേടിയെടുത്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ദിവ്യബലി സമയങ്ങളിലെല്ലാം ഈ മകൾ കാഴ്ചവെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അഞ്ജു സാധിച്ചെടുത്ത ഒരു വലിയ പ്രാർത്ഥനാ രീതി, ഓരോ നെടുവീർപ്പും ഓരോ രോഗികളുടെയും വേദനകളെയെല്ലാം ഏറ്റെടുക്കാനുള്ള ഒരു വലിയ ഈ കൃപകൾ ഈ മകൾക്ക് ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അഞ്ജു പറയുകയുണ്ടായി, ഞാൻ ഒരു ആംബുലൻസിൻ്റെ സ്വരം കേൾക്കുമ്പോൾ ആ വണ്ടിയിൽ വളരെ അത്യാപത്തായി കിടക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ വലിയ താങ്ങാണ്, ഒരു വലിയ കുടുംബനാഥനായിരിക്കാം, അവരെ രക്ഷിക്കണമേ. ഓരോ സ്വരങ്ങളും മറ്റുള്ളവരുടെ കണ്ണുനീരിനെയും സങ്കടത്തെയും മനസ്സിലാക്കാനുള്ള വിധം ഈശോ അഞ്ജുവിനെ ഉയർത്തി എന്നാണ് ഈ ഉടമ്പടി ജീവിതത്തിലൂടെ അഞ്ജു പഠിച്ചെടുത്തതും പ്രാപിച്ചതുമായ ഒരു വലിയ കൃപ. അതുപോലെ തന്നെ നമുക്ക് ഓർത്തെടുക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വമാണ് നമുക്ക് വിസ കിട്ടുന്നതും അല്ലെങ്കിൽ നമുക്ക് ജോലി ലഭിക്കുന്നതെല്ലാം പരിശുദ്ധ അമ്മ ഈശോയിൽ നമുക്ക് ഉടമ്പടി എടുത്ത ഉടനെ നൽകുന്ന ഒരു ഇൻസെൻറ്റീവ് ഗിഫ്റ്റാണ്. പക്ഷേ ഇവിടെ നിന്ന് ചില മക്കളെല്ലാം പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അതിനെല്ലാം മറന്ന് അല്പം ഉഴപ്പി അത് കഴിഞ്ഞ് വീണ്ടും ഒരു പ്രശ്നത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഞാൻ ഉടമ്പടിയിലായിരുന്നല്ലോ എന്നോർത്തെടുക്കുന്നത്. പക്ഷേ അഞ്ജുവിൻ്റെ പ്രതിജ്ഞ തീരുമാനം വളരെ മറിച്ചാണ്. ഞാൻ എവിടെയായിരുന്നാലും എന്നെ പരിശുദ്ധ അമ്മ ഇത്രത്തോളം എന്നെ വഴി നടത്തിയ അമ്മ എൻ്റെ കൂടെ സഞ്ചരിക്കും, എൻ്റെ ഹോസ്പിറ്റൽ വാർഡുകളിലേക്ക് കടന്നു വരും, എല്ലാ കുടുംബങ്ങളെയും എല്ലാ സങ്കടപ്പെടുന്നവരെയും ആശ്വസിപ്പിക്കും, എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുമെന്ന വലിയ തീരുമാനത്തോടെയാണ് മകൾ ഇവിടെ നിന്നിറങ്ങുന്നത്. നമുക്ക് മനസ്സിലാക്കാം, നാം വിദേശത്തേക്ക് മലയാളികളായി നമ്മളെ ഈശോ പറഞ്ഞു വിടുന്നത് ക്രിസ്തു കൈമാറ്റത്തിന് വേണ്ടിയാണ്. അവിടെ പരിശുദ്ധ അമ്മ നമ്മോടുകൂടെ സഞ്ചരിക്കും. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈശോയിൽ നിന്ന് പ്രാപിച്ചു തരും. 5 പൗലോസിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെ, പ്രത്യേകിച്ച് വിസ തടസ്സമുള്ള എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്ക് അമ്മയ്ക്ക് നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. ഞാൻ ഇന്നിവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നത്, ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഞാൻ എൻ്റെ ഉടമ്പടി എടുത്ത ദിവസമാണ്. ഞാൻ മാർച്ചിൽ 6-ാം തീയതിയാണ് 2025 ഞാൻ ഇവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. പ്രാർത്ഥനകളെല്ലാം പ്രാർത്ഥിച്ച് പോവാറാണ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ MSW 2023 കംപ്ലീറ്റ് ചെയ്തതാണ്. ആ സമയം തുടങ്ങി ഞാൻ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. 2023 ഞാൻ MSW കംപ്ലീറ്റ് ആക്കുന്നതിന് മുമ്പ് തന്നെ ലാസ്റ്റ് ഇൻറ്റേൺഷിപ്പ് ടൈമിൽ ഞാൻ UK വേണ്ടിയിട്ട് ഒരു പേപ്പർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങോട്ട് വന്ന ഓഫറായിരുന്നു അതൊരു വർക്ക് വിസ തന്നെയായിരുന്നു. ഞങ്ങളതിന് അപ്ലൈ ചെയ്തു. പക്ഷേ ഞങ്ങളതൊരു സ്കാമിൽ പെട്ട് ഞങ്ങളുടെ പൈസ എല്ലാം നഷ്ടമായി. അതുപോലെ ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടിരുന്ന സമയത്ത് എൻ്റെ കുറേ സമയവും നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു സംഭവത്തിലോട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഭയങ്കരമായിട്ട് വേദനിച്ചു. അപ്പോൾ അതിനുശേഷം പിന്നെ എനിക്ക് പുറത്തേക്ക് വിദേശത്തേക്ക് പോവുക എന്നുള്ളത് ഭയങ്കര പേടിയായിരുന്നു. കാരണം ഇനിയും ഒരു സ്കാമിൽ പെട്ടതിനാൽ ഇനിയും ഞങ്ങൾക്ക് ഫിനാൻഷ്യലി അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സമയത്താണ് ഞാൻ നാട്ടിൽ തന്നെ ജോലിക്ക് വേണ്ടി കയറി. ലാസ്റ്റ് ഒരു 10 മാസം മുൻപ് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു.
അതിൽ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നതിന് മുമ്പാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ പ്രോത്സാഹനം തന്നത്. ഹസ്ബൻഡ് ഇതിന് മുമ്പ് ഉടമ്പടി എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ആൾക്കൊരു വർക്ക് വിസ വന്ന ആൾ പോർച്ചുഗലിലേക്ക് പോകുന്നത് തന്നെ. അപ്പോൾ ആളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞാനും ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് പ്രേരണ ഉണ്ടായത് എനിക്ക്. ഇവിടെ വന്ന് മാർച്ചിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അന്നോടെ ഞാനും എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി ജീവിതത്തിൽ തന്നെയായിരുന്നു, പ്രോപ്പറായിട്ട് ജീവിച്ചിരുന്നു. എങ്ങനെയാണ് ഉടമ്പടിയിൽ ജീവിക്കേണ്ടത് അതിലും എഫേർട്ട് എടുത്തിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ എക്സാംസ് അറ്റൻഡ് ചെയ്തു. എക്സാം എല്ലാവരും ഇവിടെ നിന്ന് സാക്ഷ്യം കേൾക്കുന്ന പോലെ തന്നെ ഞാൻ ഉപ്പിട്ടും എക്സാം എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ എക്സാം എല്ലാം അറ്റൻഡ് ചെയ്യുന്ന സമയത്തും എൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു. ഇനിയിപ്പോൾ ഇത് ഫെയിലായി കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലെ അടുത്ത സ്റ്റെപ്പും ഫെയിലായി പോവുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എക്സാം അറ്റൻഡ് ചെയ്യാനൊക്കെ. എന്നിട്ട് ഞാൻ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്തു. ജർമ്മൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത്. അപ്പോൾ റിസൾട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 30-45 ദിവസമൊക്കെ സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിലിങ്ങനെ വർക്ക് വിസ എഴുതാൻ പറഞ്ഞു. അപ്പം എൻ്റെ വീട്ടിൽ ഒരു ലൂർദ് മാതാവുണ്ട്. നമ്മുടെ 13ാമത്തെ കൗണ്ടറിൽ ഇരിക്കുന്ന പോലെ തന്നെ ഒരു ലൂർദ് മാതാവ് എൻ്റെ വീട്ടിലുണ്ട്. ഞാനപ്പോൾ അതിനകത്ത് ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി, എൻ്റെ മനസ്സിലിങ്ങനെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി എന്ന് എഴുതാൻ ഒരു പ്രചോദനം എനിക്ക് തന്നു. അപ്പം ഞാൻ അതിൽ ഇങ്ങനെ എഴുതി, മാതാവേ എനിക്കൊരു വർക്ക് വിസ തരണം. ഇപ്പം ജർമ്മനിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ ഞാനൊരു സ്റ്റുഡൻറ്റ് വിസയ്ക്കാണ് പോവുക. പിന്നെയും ഒരു 3 years പഠിച്ച് പിന്നെ ഒരു ജോബിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. അതുപോലെ എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 4 വർഷമാവാണ്. ഒരുമിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പം ഇങ്ങനെയെല്ലാം മനസ്സിൽ അത്ര പ്രഷറും എല്ലാം ഉണ്ട്, എനിക്ക് സ്ട്രെസ്സും എല്ലാം ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഇങ്ങനൊരു മെസ്സേജ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ സാധാരണ ഒരു പേപ്പറിൽ ഞാനിങ്ങനെ എഴുതി, എനിക്ക് വർക്ക് വിസ വേണം, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയിരിക്കണം. ഞാൻ എൻ്റെ മെറിറ്റ് അവിടെ വെച്ചു. എനിക്ക് എവിടെ അപ്ലൈ ചെയ്യണമെന്ന് എനിക്കറിയില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല മാതാവി എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പേപ്പറിൽ ആ മെസ്സേജ് എഴുതി മാതാവിന് മുമ്പിൽ വെച്ചു. ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങൾ വിചാരിക്കുന്നത് ഇതിനേക്കാൾ കൂടുതൽ എഫേർട്ട് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ എൻ്റെ ബൈബിൾ തുറക്കുമ്പോൾ എനിക്ക് എപ്പോഴും എനിക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ടെന്നുള്ള രീതിയിലുള്ള മെസ്സേജസാണ് എപ്പോഴും എനിക്ക് ബൈബിൾ ത്രൂ കിട്ടാറ്. ഞാൻ ബൈബിൾ തുറക്കുമ്പോൾ തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈശോയുടെ കൈയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. എപ്പോഴും ഈശോയുടെ ആണിപ്പടുത്തുള്ള കൈയും ആ കൈയേക്ക് ഞാൻ എൻ്റെ കൈ വെച്ചിട്ട് തുറക്കുക എന്നുള്ള രീതിയിലാണ് എനിക്ക് എപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറ്. ഞാൻ എന്താണോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിൽ ആ നിമിഷത്തിൽ വിഷമിക്കുന്ന കാര്യം എന്താണോ എന്നുള്ളത് എനിക്ക് ആ ബൈബിൾ വചനത്തിലൂടെ എപ്പോഴും എനിക്ക് കിട്ടാറുണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പിന്നെ വർക്ക് വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, ജർമ്മൻ എക്സാമിൻ്റെ റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചില്ല. ഞാൻ പ്രാർത്ഥിച്ചിരുന്നത് മൊത്തം മരിച്ചവർക്ക് വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ ഫാദേഴ്സിന് വേണ്ടിയിട്ട്, വൈദികരാവുന്നവർക്ക് വേണ്ടിയിട്ട്, പുരോഹിതന്മാർക്ക്. അങ്ങനെയാണ് ഞാൻ എൻ്റെ എല്ലാ കൊന്തകളും സമർപ്പിച്ചിരുന്നത്. ഞാൻ 4 കൊന്തയൊക്കെ വെച്ച് എത്തിച്ചിരുന്നു. ആ ടൈമിൽ ഈസ്റ്ററിൻ്റെ ടൈം ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വൈകിട്ട് 3 മണിക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുമിച്ചിരുന്ന് കൊന്ത കുരിശിൻ്റെ വഴി എല്ലാവരും ഞങ്ങൾ 3 മണി നേരം ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ വീട്ടിലേക്ക് വന്ന് അതും കറക്റ്റ് 3 മണിക്ക് ഞങ്ങൾ എത്തിച്ചിരിക്കും. അങ്ങനെ ആ പ്രേയേഴ്സൊക്കെ കഴിഞ്ഞു. ഒരു ദിവസം ഞങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 2:30-2:45 ആയപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ഞങ്ങൾ 2023 ലാസ്റ്റ് 24 1 ജനുവരിയിലേക്ക് ഒരു ചേട്ടനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിരുന്നു. ഞാൻ MSW കഴിഞ്ഞ സമയത്ത് ആ ചേട്ടൻ അയർലൻഡിലേക്ക് നേഴ്സുമാരെ കൊണ്ടുപോകുന്ന ചേട്ടനായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ വിളിച്ചപ്പോൾ സമയത്ത് പറഞ്ഞു, സോഷ്യൽ വർക്കേഴ്സിന് ഇപ്പോൾ അവരെ എടുക്കുന്നില്ല, നേഴ്സുമാർക്ക് മാത്രമാണ് വേക്കൻസി ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ CV അയച്ചു കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് വിളിച്ചു അന്വേഷിച്ചു മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങളുടെ കയ്യിൽ നിന്നും ആ ചേട്ടൻ്റെ ഫോൺ നമ്പർ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പുതിയ ഫോണാണ്, 2 പേരുടെയും കോൺടാക്ട്സ് ഒക്കെ നഷ്ടപ്പെട്ടിരുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചു. 1 മാസം ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിലേക്ക് ആ ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചു. ഒരു 2:30-2:45 സമയത്ത് ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു, ലിനറ്റ് ഇപ്പോഴും അവിടെ നാട്ടിലുണ്ടോ? ഇപ്പോൾ സോഷ്യൽ വർക്കേഴ്സിനുള്ള വേക്കൻസി ഓപ്പൺ ആയിട്ടുണ്ട്,
നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഞാനും എൻ്റെ ഹസ്ബൻഡും അത്രമാത്രം ഹാപ്പി ആയിരുന്നു. കാരണം ഒരിക്കലും ഞങ്ങൾ എവിടെ അപ്ലൈ ചെയ്തിട്ടില്ല, എവിടെയും ഒരു CV പോലും ഞങ്ങൾ കൊടുക്കാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് അവർ കോൺടാക്ട് ചെയ്ത് വിളിച്ചിട്ട് പറയുന്നത് സോഷ്യൽ വർക്കേഴ്സിന് ആവശ്യമുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണെങ്കിൽ അപ്ലൈ ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ എനിക്ക് 1-2-1 അങ്ങനത്തെ ഒരു ഡേറ്റ് കിട്ടുമായിരുന്നു. അതെന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഡിസംബറിലാണ് അപ്പം എനിക്ക് എൻ്റെ വിസ അടിച്ച് വന്നത്. അതാണ് ഈ 1-2 എന്നുള്ള ഡേറ്റ് എനിക്ക് പലപ്പോഴായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഈ സമയങ്ങളിൽ എനിക്ക് പുറത്തു പോകാൻ പറ്റാണ്ട് ഞാൻ കുറച്ച് 1.5-2 വർഷത്തോളമായി ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എൻ്റെ ലൈഫിലില്ല. ആ സമയത്തൊക്കെ എന്നെ ഭയങ്കരമായിട്ട് സൊസൈറ്റി ആണെങ്കിലും എല്ലാവരും പല രീതിയിൽ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അതിലൊക്കെ കൂടിയാണ് എനിക്ക് കൂടുതൽ അനുഗ്രഹം കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് പലപ്പോഴായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ബൈബിൾ വായിക്കുന്ന കാര്യത്തിൽ ഭയങ്കര ഇനീഷ്യേറ്റീവ് എടുത്തിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ഞാൻ ബൈബിൾ വായിക്കാനായിട്ട് ഇരിക്കുക. അപ്പോൾ പലപ്പോഴും ഈ ജോലിയുടെ കാര്യങ്ങളൊന്നും ശരിയാവാത്തതും എല്ലാവരുടെ സൈഡിൽ നിന്നുള്ള സ്ട്രെസ്സും കാരണം ഞാൻ പലപ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ കരയും. അത് ഞാൻ ആഗ്രഹിച്ചിട്ട് കരയുന്നതല്ല, എൻ്റെ മനസ്സിലുള്ള പെയിൻ കാരണം ഞാൻ കരഞ്ഞു പോകുന്നതാണ്. ആ ടൈമിൽ അങ്ങനെ കരഞ്ഞ് ഞാൻ ഒരു ദിവസം കിടക്കുന്ന സമയത്ത് ഉറക്കത്തിൽ എനിക്ക് പലപ്പോഴായിട്ട് മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയ 2 ദിവസത്തിൽ തന്നെ എനിക്ക് കാവൽ മാലാഖമാരെയാണ് സ്വപ്നം കാണാൻ കഴിഞ്ഞത്. അതിനുശേഷമുള്ള ദിവസം ഇങ്ങനെ ഞാൻ എന്നാണോ ബൈബിൾ തുറന്ന് കരഞ്ഞിട്ടുള്ളത് ആ ദിവസങ്ങളിലൊക്കെ ബൈബിൾ തുറന്നിരിക്കണ എൻ്റെ ബാക്കിൽ മാതാവ് നിന്ന് പ്രാർത്ഥിക്കണതാണ് എനിക്ക് പലപ്പോഴും സ്വപ്നത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ മെയ് മാസം തിരിച്ച് എൻ്റെ ഹസ്ബൻഡ് പോവുമായിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചു. കാരണം എൻ്റെ ഫാമിലി ആരും നാട്ടിലില്ല. ഹസ്ബൻഡാണ് എനിക്ക് 2-3 മാസം ലീവിന് വന്ന സമയത്ത് കൂട്ടുണ്ടായത്. അപ്പോൾ ഹസ്ബൻഡ് പോയി കഴിഞ്ഞാൽ ഞാൻ ഇനി എന്ത് ചെയ്യുന്നു ആലോചിച്ചാൽ അതിനെ പറ്റിയൊരു കൺസേൺ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ ആ ദിവസങ്ങളിൽ അച്ഛൻ മാതാവ് വഴി എനിക്ക് മെസ്സേജ് തന്നിരുന്നു, ഇങ്ങനെ ഹസ്ബൻഡ് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയും ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി ആത്മധൈര്യത്തോടെ ഇതിനെല്ലാം ഫേസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ മെസ്സേജ് ആ ദിവസങ്ങളിലെ ഡെയിലി ബ്രെഡിൽ എനിക്ക് മാതാവ് തന്നിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഞാൻ ഹോസ്റ്റലിലേക്ക് പോയി. ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും ചർച്ചിൽ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ എല്ലാ ദിവസവും സാക്ഷ്യം കാണാമായിരുന്നു. ഒരു ദിവസം ഞാൻ യൂട്യൂബിൽ സാക്ഷ്യം കാണുന്ന സമയത്ത് ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിൻ്റെ അടുത്തുള്ള ചർച്ചിൽ വരണ ഒരു ചേച്ചി സാക്ഷ്യം പറയണത് കണ്ടു. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ആ സാക്ഷി എടുത്ത് കേൾക്കണേ. അപ്പോൾ ആ ചേച്ചിയുടെ സാക്ഷ്യത്തിൽ ഇങ്ങനെയാണ്, ആ ചേച്ചി കുറച്ച് പേപ്പർ വർക്കിൻ്റെ ഡിലേ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ വീട് സംബന്ധമായിട്ടുള്ള എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ വില്ലേജ് ഓഫീസിൽ നിൽക്കുന്ന സമയത്ത് മാതാവിൻ്റെ പ്രസൻസ്, മാതാവ് ആളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലാണ് ആൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കണ്ട് ഞാൻ നെക്സ്റ്റ് ഡേ ചർച്ചിൽ പോയപ്പോൾ ഈ സെയിം ചേച്ചിനെ തന്നെ ഞാൻ കണ്ടു, ഈ ചേച്ചീനെയും ചേട്ടനെയും. അപ്പോൾ ഞാൻ അവരോട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് പോയത്. ഞാൻ ഇന്നലെ സാക്ഷ്യം കണ്ടിരുന്നു, മാതാവ് പ്രത്യക്ഷപ്പെട്ടില്ല, അമ്മേനെ കണ്ട ആളാണല്ലേ, അങ്ങനെയാണ് എൻ്റെ വായിൽ എപ്പോഴും വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു പേടിക്കേണ്ട നീ. അപ്പം ഞാൻ എൻ്റെ വിഷമങ്ങളെല്ലാം പറഞ്ഞു പേടിക്കേണ്ട, എൻ്റെ മേത്ത് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു വിശ്വാസ പ്രമാണം നീ ചൊല്ലണം എന്ന് പറഞ്ഞു. തിരിച്ച് ഞാൻ ഹോസ്റ്റലിലെത്തി. ഞാൻ 5:30 എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന എത്തിക്കുമായിരുന്നു. പക്ഷെ എനിക്ക് തിരികെ എത്തിക്കാൻ ആ ടൈമിൽ പറ്റില്ല, ഞാൻ ഹോസ്റ്റലിലായതുകൊണ്ട്. ഞാനപ്പോൾ 7:30 കുർബാന കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്താണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഡെയിലി ബ്രെഡും തിരികെ എത്തിച്ചിട്ട് 2ാമത് ചൊല്ലും. അപ്പോൾ ചൊല്ലുന്ന സമയത്ത് ഞാനിപ്പോൾ ഇവിടെയാണെങ്കിൽ ആ ഒരു ഡിസ്റ്റൻസിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു ചെയറും അതുപോലെ തന്നെ ഫുഡിങ് ടേബിളൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് ഇത്രയും ഡിസ്റ്റൻസിലാണെങ്കിൽ അവിടെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ചുമര് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ. ഞാൻ ഡെയിലി നിന്ന് പ്രാർത്ഥിക്കുന്നത് ആ സ്ഥലത്ത് തന്നെയാണ്. അന്നത്തെ ദിവസം ആ ചേച്ചിനെ കണ്ട് ആ ചേച്ചിയുടെ ബ്ലെസ്സിങ്ങും കിട്ടി. എന്നോട് ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു വിശ്വാസ പ്രമാണം നീ ചൊല്ലണം, അത് നീ മുടക്കരുത്. അങ്ങനെ ചൊല്ലി അന്ന് ഞാൻ ലൈറ്റ് കത്തിച്ച് അച്ഛൻ്റെ ഡെയിലി ബ്രെഡും കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ നേരെ ഓപ്പോസിറ്റ് മാതാവിൻ്റെ രൂപം പ്രത്യക്ഷപ്പെടുന്നത്. ഞാനിപ്പോൾ ഫോട്ടോ സിസ്റ്ററിനെ എല്ലാം കാണിച്ചിരുന്നു. അന്ന് ഞാൻ അനുഭവിച്ച ആനന്ദം എനിക്ക് ആരോടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള സന്തോഷം എന്നല്ല സന്തോഷം. അന്ന് മാതാവിനെ കണ്ടതോടുകൂടി എൻ്റെ ജീവിതത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നത്. അതിനുശേഷം നെക്സ്റ്റ് ഡേ ഞാൻ ചർച്ചിൽ പോകുന്ന സമയത്ത് കുർബാന ഉയർത്തുന്ന സമയത്തും തിരുരക്തം ഉയർത്തുന്ന സമയത്തും എനിക്ക് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2-3 ദിവസം എനിക്ക് കുർബാനയിൽ സുഗന്ധാഭിഷേകം ലഭിച്ചിരുന്നു.
ഞാൻ ഈ ഫോട്ടോ എൻ്റെ റിലേറ്റീവ്സിൻ്റെയും ഫാമിലിയിലൊക്കെ ഞാൻ ഷെയർ ചെയ്തിരുന്നു, ഒത്തിരി അല്ല ഫാമിലി. അപ്പം എന്നോട് ഫേക്കാണോ ഇതെന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരമാണ് ഞാൻ ഇന്ന് ഇവിടെ നിന്ന് സാക്ഷ്യം പറയുന്നത്. ഇത് ഫേക്കാണെന്ന് പറഞ്ഞവർക്കുള്ള ഒരു ഉത്തരമാണ് എൻ്റെ ഈ സാക്ഷ്യം. അങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് ശേഷം ഞാൻ സെലക്റ്റഡായി. രണ്ടാമത്തെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്റ്റത്തെ ഇൻ്റർവ്യൂവിന് ശേഷം രണ്ടാമത്തെ ഇൻ്റർവ്യൂ 1 മാസം കഴിഞ്ഞിട്ടാണ് എനിക്കുണ്ടായത്. ആ സമയത്ത് എല്ലാ ദിവസവും ഞാൻ ഒരു നേരം ഉപവസിച്ചിരുന്നു. എന്നെ മാംസവർജനം നടത്തിയിരുന്നു, ഫിഷൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയും ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്ക് ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ രണ്ടാമത്തെ ഇൻ്റർവ്യൂ നടന്നു. അതിൻ്റെ റിസൾട്ട് വരുന്നത് ആഗസ്റ്റ് 15-ാം തീയതി മാതാവിൻ്റെ സ്വർഗാരോപണ ദിവസത്തിൻ്റെ അന്നാണ്. എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നൽകിയതും കിട്ടിയതും മാതാവിൻ്റെ ദിവസങ്ങളിലാണ്. അതിനുശേഷം ഞാൻ ഇവിടെ റാലിക്ക് വന്ന് പങ്കെടുത്തിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഇൻ്റർവ്യൂവിലെല്ലാം ഞാൻ പാസ്സായി. പെർമിറ്റ് വന്നതിലും ഈ പറഞ്ഞോണം തടസ്സം തന്നെയായിരുന്നു എൻ്റെ എല്ലാ പ്രോസസ്സിങ്ങിലും. വന്ന പെർമിറ്റിൽ ലൊക്കേഷനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മുൻപേ ഞാനാണ് ഫസ്റ്റ് ഇൻ്റർവ്യൂ ക്ലിയർ ആയത്. ബാക്കി കമ്പാരിറ്റീവ് എല്ലാവരും പിന്നീടാണ് ഇൻ്റർവ്യൂ ഒക്കെ കംപ്ലീറ്റ് ആക്കി വന്നിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് പേപ്പർ വെച്ച എൻ്റെ പെർമിറ്റ് ലേറ്റായി. അതിൽ ഒരു ലൊക്കേഷനിൽ ചേഞ്ചും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ജമാൽ റാലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ പെർമിറ്റ് ശരിയാക്കി തരണം എന്നുള്ളത്. ഞാൻ അത്ര എഫേർട്ട് ഇട്ട് പ്രാർത്ഥിച്ചു. ഒക്ടോബർ 31-ാം തീയതി എനിക്ക് എൻ്റെ പെർമിറ്റ് കറക്റ്റാക്കി മാതാവ് എനിക്ക് തന്നു. അന്ന് തന്നെ ഞാൻ VFSൽ ഡേറ്റ് എടുത്തു. നവംബർ 3-ാം തീയതി ഞാൻ വിസയ്ക്ക് സബ്മിഷൻ കഴിഞ്ഞു. ഇവിടെ ഡിസംബർ 7-ാം തീയതി മാതാവിനെ തൊട്ട് മുത്താനുള്ള അവസരത്തിലും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും എൻ്റെ വിസ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ ഡിസംബർ 8-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. അമലോത്ഭവ മാതാവിൻ്റെ ദിവസമാണ് എൻ്റെ ജനിച്ചത്. അപ്പം എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എല്ലാവരും ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ അവർക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടി എന്ന് പറയുമ്പോൾ എനിക്കും പറയണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ അതിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ 9-ാം തീയതി എൻ്റെ വിസ അടിച്ചു. ഡിസംബർ 10-ാം തീയതി എൻ്റെ കയ്യിൽ എൻ്റെ വിസ കിട്ടി. ഈ ജനുവരി 8-ാം തീയതി ഞാൻ അയർലൻഡിലേക്ക് പോവാണ്. മാതാവാണ് എനിക്ക് വഴി തുറന്നു തന്നത്. ഈശോയോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഉടമ്പടി എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പണ്ടൊക്കെ ഒട്ടും പ്രാർത്ഥിക്കാത്തൊരു കുട്ടിയായിരുന്നു. എൻ്റെ ഫാമിലി ഭയങ്കര പ്രാർത്ഥനയിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ആൾക്കാരാണ്. ഞാൻ പലപ്പോഴും പ്രാർത്ഥനയിൽ പോലും പൂർണ്ണ പങ്കാളിത്തം ഇല്ലാതെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെയുള്ള എന്നെയാണ് ഈ കൃപാസനം എന്നുള്ള സ്ഥലം ഇത്രത്തോളം വളർത്തിയത്. ഉടമ്പടിക്ക് ശേഷമാണ് നിത്യജീവിതത്തിനെ പറ്റിയുള്ള ഒരു ചിന്ത എൻ്റെ ജീവിതത്തിൽ വന്നത്. ഇപ്പം എൻ്റെ പ്രാർത്ഥന മൊത്തം എനിക്കൊരു സക്സസ്ഫുൾ വുമൺ ആവണം എന്നല്ല, എനിക്ക് ഈശോയുടെ അടുത്തെത്തണം, ഈശോയുടെ കൂടെ ജീവിക്കണം എന്നുള്ളതാണ് എൻ്റെ ഉടമ്പടി ലക്ഷ്യം. എല്ലാവരും ഉടമ്പടി എടുത്തപ്പോൾ എന്നോട് ചോദിച്ചു നിൻ്റെ കാര്യം സാധിച്ചോ എന്നാണ്. എനിക്ക് അവരോട് പറയാനുള്ളത് എനിക്ക് എൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ വന്നത്. എനിക്ക് എൻ്റെ ഈശോയെയും എൻ്റെ മാതാവിനെയോ കൂടെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നിട്ടുള്ളത്. അത് ഈ കൃപാസനം വഴി എനിക്ക് സാധിച്ചു തന്നിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ മാസവും പറ്റുന്ന മാസങ്ങളിൽ എല്ലാ ആഴ്ചകളിലും ഞാൻ ഡയാലിസിസ് പേഷ്യൻസിന് പോയി കാണാറുണ്ട്. അവർക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ ഫുഡ് കൊണ്ട് കൊടുക്കാറുണ്ട്. ഓഫണേജസിൽ പോകാറുണ്ട്. അവിടുത്തെ അപ്പച്ചന്മാർക്കും അമ്മച്ചിമാരുടെ അടുത്തും കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. തിരിച്ചു വന്നിട്ട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. കൂടുതലായിട്ട് ഞാൻ സാമ്പത്തിക സഹായമാണ് കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത്. പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങൾ എല്ലാ സ്ഥലത്തും ഇപ്പം എൻ്റെ ഏജിലുള്ളവർ എന്നെ കളിയാക്കാറുണ്ട്. യൂത്തിലുള്ള പിള്ളേരെല്ലാവരും കളിയാക്കും, ചേച്ചിക്ക് നാണാവില്ലേ കൃപാസനത്തിൽ ഇങ്ങനെയൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, പത്രം കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പലപ്പോഴും പല ട്രോളും കേട്ടിട്ട് യൂത്തിലെ പിള്ളേർ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഉള്ള ഉത്തരമാണ് എനിക്ക് ഈ സാക്ഷ്യം. ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞ പോലെ കവലകളിൽ കൊണ്ട് കൊടുക്കാറുണ്ട്, ഓട്ടോ സ്റ്റാൻഡിൽ കൊടുക്കാറുണ്ട്, പള്ളികളിൽ കൊടുക്കാറുണ്ട്. എനിക്ക് പരിചയമില്ലാത്ത എല്ലാവരോടും സംസാരിച്ച് എൻ്റെ ഈ കിട്ടിയ അനുഗ്രഹം പോലും പറഞ്ഞ് ഞാൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഈ വിസയുടെ കാര്യം ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഈ അൾത്താരയിലാണ്. എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും മദറിൻലോയ്ക്കും ഹസ്ബൻഡിനും മാത്രമേ എൻ്റെ ഈ കാര്യം അറിയത്തുള്ളൂ. എൻ്റെ ചേച്ചിയോട് പോലും ഞാനിത് പറഞ്ഞിട്ടില്ല. ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഒരാളോട് പറയുള്ളൂ എന്ന് അമ്മോട് ഞാൻ പറഞ്ഞിട്ടാണ് ഇവിടുന്ന് പോയത്. എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്,
എന്തെങ്കിലും ഡിലേ വരുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രോസസ്സിങ്ങിലോ അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഡിലേ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനാണ്. അത് ആ ലേറ്റ് ആവുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക അനുഗ്രഹം തരാൻ വേണ്ടി മാത്രമാണ്. ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും 1000 നന്ദി. 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനം. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. നമുക്കറിയാം, ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോൾ നമുക്ക് നാം എങ്ങോട്ട് തിരിയണം. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിനക്കുള്ള വഴി ഞാൻ കാണിച്ചു തരും. നിനക്ക് കഷ്ടതയുടെയും ക്ലേശത്തിൻ്റെയും അപ്പവും ജലവും തന്നാലും നിൻ്റെ ദൈവം നിന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല, നീ ഭയപ്പെടേണ്ട. ഒരുപാട് വാഗ്ദാനങ്ങൾ നാം ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ദൈവം നമുക്കായി കാത്തുവച്ചിട്ടുണ്ട്. ഉടമ്പടി നമുക്കറിയാം, ഇതൊരു ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. ഞാനും എൻ്റെ ഈശോയും തമ്മിലുള്ള ഒരു വലിയ എഗ്രിമെൻറ്റിൽ നാം ഒപ്പുവെക്കുമ്പോൾ, ഈ എഗ്രിമെൻ്റ് ചെയ്യുമ്പോൾ ഈശോയുടെ ഭാഗം വളരെ മനോഹരമായി ചെയ്യുന്നുണ്ട്. ഇവിടെ ലിനറ്റ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി കൃത്യമായി ജീവിക്കുന്നതിന് വേണ്ടി ഒരു ആധ്യാത്മിക ആസ്തി തന്നെ ഉണ്ടാക്കിയതായി നമുക്ക് മനസ്സിലാക്കാം. ഈ ഉടമ്പടി നാം വായിച്ചെടുക്കുമ്പോൾ, നാം പഠിക്കുമ്പോൾ, നാം ആദ്യമായി ഉടമ്പടി ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമുക്ക് ഉടമ്പടി കണ്ടൻറ്റുകൾ എന്ന് പറഞ്ഞ ഒരു പോർഷൻ നമുക്ക് അച്ഛൻ വളരെ കൃത്യമായി വിശദീകരിച്ച് തരുന്നുണ്ട്. അതിലേറ്റവും ആദ്യമായി നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അച്ഛൻ നമ്മെ ആ അടിസ്ഥാനത്തിലുള്ള പ്രോജക്റ്റിനെ കുറിച്ച് അച്ഛൻ നമുക്ക് വളരെ കൃത്യമായി പറഞ്ഞു തരും. ഈ മകൾക്ക് MSW പാസ്സായി നിൽക്കുകയാണ്, ഒരു ജോലിയില്ല. എല്ലാവരുടെയും കളിയാക്കലുകളും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും വളരെ വേദനാജനകമായിട്ടുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോഴും ഉടമ്പടി എടുത്ത് വളരെ പെട്ടെന്ന് 1 മാസത്തിനുള്ളിൽ എല്ലാം ശരിയാകുന്ന, ടൈം ഷോർട്ടനിങ്ങിൻ്റെയും ജീവിതഭാരം ലഘൂകരിക്കുന്ന ഒരു വലിയ ജീവിത സാക്ഷ്യം, ഒരു അത്ഭുതം ഈ മകളുടെ ജീവിതത്തിലുണ്ടാകുന്നു. പരിശുദ്ധ അമ്മ തൻ്റെ ചുമരിൽ തന്നെ ഒരു ഫിഗർ കാണിച്ചുകൊണ്ട്, ഒരു നീല കളറിലുള്ള രൂപം കാണിച്ചുകൊണ്ട് ആ സാമീപ്യം ഈ മകളെ സുഗന്ധാഭിഷേകത്തിലൂടെയും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം നൽകി അനുഗ്രഹിച്ചു. എല്ലാം മനസ്സിലാക്കുവാനും കൃപയും അഭിഷേകവും ഈ മകളെ നൽകി അനുഗ്രഹിച്ചു. എല്ലാം എൻ്റെ കഴിവല്ല, എനിക്ക് പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുവാനുള്ളൊരു വലിയ കൃപ ഈ മകൾക്ക്. അങ്ങനെ ഈ ഉടമ്പടി ജീവിതം കൃത്യമായി വളരെ എല്ലാ കണ്ടൻറ്റും ഈ മകൾക്ക് ലഭിച്ചിരിക്കുന്നത് ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു വലിയ സവിശേഷതയാണ്. ഈ മകളെ ഏറ്റുഏറ്റു പറയുകയാണ്, എനിക്ക് ഒരു അയർലൻഡ് വിസ കിട്ടുക എന്നതിനേക്കാൾ ഉപരി എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹവും ഒരു വലിയ തീരുമാനവുമാണ് ഈ മകൾ ഈ അൽത്താരയിൽ ഈ വിസയുമായി ഇവിടെ വന്ന് ഈശോയോടും പരിശുദ്ധ അമ്മയോടും പറയുന്നത്. അവിടെയാണ് നമ്മുടെ ജയം എന്ന് നമുക്ക് ഏറ്റു പറയാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ ഭൗതിക ആവശ്യങ്ങൾ അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഈശോ പറയുന്നു, നീ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം നിനക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ഈ മകൾക്ക് ലിനറ്റിനുണ്ടായിട്ടുള്ളത് ആദ്യം ഈശോയെ അന്വേഷിച്ചപ്പോൾ പരിശുദ്ധ അമ്മ നൽകിയ ഒരു ഗ്രീൻ സിഗ്നൽ, ഒരു ഗ്രീൻ സൈൻ, അത് മാത്രമാണ് ഈശോയെ നൽകി അനുഗ്രഹിച്ചു. ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുകയായിരുന്നു. ഈ മകൾ പറയുകയുണ്ടായി, ഞാനെല്ലാം മാറ്റിവെച്ചു. അബ്രാഹത്തെ ദൈവം വിളിക്കുമ്പോൾ അബ്രാഹത്തോട് പറയുന്നു, നീ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ ലോത്തും ഭാര്യയും അവരുടെ സെർവൻസും അവരുടെ ആട്ടിൻകൂട്ടങ്ങളും എല്ലാം കൂടിയാണ് ദൈവം വിളിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. പക്ഷെ ദൈവം ആഗ്രഹിച്ചത് ആരും തന്നെ ഉണ്ടാകരുത്. ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നൽകാൻ വേണ്ടി നാം പലതും മാറ്റിവെക്കണം എന്ന ഒരു സന്ദേശം കൂടി ഈ മകൾ നമുക്ക് നൽകിയാണ്. ഞാൻ എല്ലാം മാറ്റിവെച്ചപ്പോൾ എനിക്ക് ആവശ്യമായതും അതിൽ കൂടുതലും ദൈവം എന്ന് എനിക്ക് നൽകിയിരിക്കുന്നു. വളരെ കണ്ണു നിറഞ്ഞ് ഈ മകൾ ഈ സാക്ഷ്യം പറയുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള വലിയ ഒരു തീരുമാനവുമായി മറ്റൊരു ദേശത്തേക്ക് ഉടമ്പടിയുമായി പോവുകയാണ്. നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളെയും നമ്മുടെ എല്ലാ പ്രതിസന്ധികളെയും നമുക്ക് സാധ്യമല്ല, എനിക്കൊന്നും എല്ലാം അസാധ്യമാണെന്ന് ചിന്തിക്കുന്നവരുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വയ്ക്കാം. ലിനറ്റ് നമ്മോട് ഏറ്റുപറയുന്നത്, വിശ്വസിക്കുക, സുവിശേഷത്തിൽ അടിയുറച്ചു നിൽക്കുക, നിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധാമ്മ നിനക്ക് വേണ്ടി ഈശോയിൽ നിന്ന് പ്രാപിച്ചു വരുമെന്നാണ്. ലിനറ്റിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും കൃപകൾക്കും അഭിഷേകത്തിനും നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും സമർപ്പിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയുന്നു. എൻ്റെ പേര് കുഞ്ഞുമോൾ, ഞാൻ നടുവട്ടത്തു നിന്ന് വരുന്നു. ഞാൻ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുവാണ്. 2 വർഷമായിട്ട് അയർലൻഡിലാണ്. ഇപ്പോൾ നേഴ്സായിട്ട് ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നു. സാധാരണ എല്ലാ നഴ്സുമാരെ പോലെ നാട്ടിൽ തന്നെ ഒത്തിരി വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. OIT ആണ് എല്ലാവരും പഠിക്കുന്ന പോലെ ഞാൻ പഠിക്കും. 1-2 ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചു. എക്സാം എഴുതാനുള്ള കോൺഫിഡൻസോ
അങ്ങനെ ഇംഗ്ലീഷ് പറയാനോ എഴുതാനോ അങ്ങനെ പറയാനും കേട്ടെഴുതാനുള്ളത് അങ്ങനെയുള്ളൊരു ഗ്രാസ്പിംഗ് പവറൊന്നും എനിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാറ്റി മാറ്റി പഠിക്കും. പിന്നെ എക്സാം എഴുതൂല്ല, പൈസ കൊണ്ടുവന്ന് കളയും. പിന്നെ ആ മോഹങ്ങളെല്ലാം കളഞ്ഞ് ഔപചാരികമായിട്ട് കെയർ ഗീവറായിട്ട് അയർലൻഡിലേക്ക് പോകാനായിട്ട് പരിശുദ്ധമ്മ വഴി ദൈവം എനിക്കൊരു അവസരം നൽകി. അതിനുശേഷം അവിടെ ചെന്ന് നമ്മൾ കെയർ ഗീവറായിട്ട് വർക്ക് ചെയ്താലും നേഴ്സാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എങ്കിലും OET അത് ഭയങ്കര വലിയ കടമ്പയാണെന്ന് എനിക്കറിയാം. എങ്കിലും എനിക്ക് എല്ലാവരും എഴുതുകയല്ലേ, എങ്കിൽ ഞാനും ഒന്ന് എഴുതാമെന്ന് വിചാരിച്ചു. പക്ഷേ എക്സാമിന് ഡേറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അയ്യോ എനിക്ക് പാസ്സാവണം, ഞാൻ എന്ത് ചെയ്യും, എനിക്കൊന്നും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പറ്റുന്നില്ല, എന്തൊക്കെ ചെയ്യുന്നറിയില്ല. അപ്പോൾ കുട്ടികളെല്ലാവരും പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, ജപമാല ചൊല്ലാം. അതിന് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അനുജത്തി വീട് പണിയാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയായിരുന്നു. അപ്പോൾ കൃപാസനത്ത് വന്ന് അവൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് അവളുടെ വീട് പണിയെല്ലാം കഴിഞ്ഞത്. ആ ടൈമിൽ ഞാൻ അവളോട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മ വന്നത് ഈ ടൈമിലാണ്. ഞാൻ പറഞ്ഞു, എല്ലായിടത്തും മാതാവുണ്ടല്ലോ, നീ കൃപാസനത്ത് പോയി എന്തിനാ ഉടമ്പടി എടുത്ത്, അതെല്ലാം ദൈവം സമയമാവുമ്പോൾ തരുമല്ലോ എന്ന്. അതെല്ലാം ഞാൻ മറന്ന് OET എക്സാമിൻ്റെ ആ ടൈമിലാണ് ഞാൻ ഈ ഉടമ്പടിയെക്കുറിച്ചും മാതാവിൽ മാധ്യസ്ഥം വഹിച്ചിട്ട് നമ്മൾ എക്സാം എഴുതാൻ പോവാന്നൊക്കെ വിചാരിച്ച് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുകയും എന്നെയും കൊണ്ട് പറ്റാവുന്ന ഒരു കാര്യമല്ല എന്നറിഞ്ഞിട്ടും ഞാൻ പോയി എക്സാം എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ അയർലൻഡ് സ്കോറിൽ ഞാൻ പാസ്സായി. അപ്പോൾ തന്നെ ഞാൻ ലീവിന് വന്ന് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു, തീർത്ഥാടന ഉടമ്പടി എടുത്തു. തിരിച്ചുപോയി. അതിലും വലിയൊരു കടമ്പയാണ് ആപ്റ്റിറ്റ്യൂഡ് എക്സാം. ഒത്തിരി പേർക്ക് അറിയാം, ഒത്തിരി സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അയർലൻഡിലെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് 14 സ്റ്റേഷനാണ്. അതിൽ 12 സ്റ്റേഷനും എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. 2 സ്റ്റേഷൻ ഞാൻ പാനിക്കായിപ്പോയി. എൻ്റെ അസസേഴ്സ് പറഞ്ഞു, യു ആർ ഗോയിങ് ടു പാനിക്, എക്സാം പിന്നീട് അതിൽ എഴുതാം, നിങ്ങൾ 10 മിനിറ്റ്സാണ് നമുക്കൊരു സ്റ്റേഷനുള്ളത്. പക്ഷേ എല്ലാ സ്റ്റേഷനിലും കയറുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി ഉപ്പ് ഓരോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഇടുമായിരുന്നു. ഞാൻ എന്താണ് ആ 2 സ്റ്റേഷനിൽ പറഞ്ഞേന്നോ ചെയ്തേന്നോ എനിക്കിപ്പോഴും ഓർമ്മയില്ല. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഫസ്റ്റ് അറ്റംപ്റ്റിലും ആ എക്സാം പാസ്സായി. ആ എക്സാം പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി സാക്ഷ്യം ഞാൻ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു, ജോലി കിട്ടിയിട്ട് വന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതിയെന്ന്. പിന്നെ ഞാൻ തിരിച്ചുപോയി 1-2 എക്സാം ഇൻ്റർവ്യൂസ് പാസ്സായി. പക്ഷെ എല്ലാം പാനലിലാണ് കിടക്കുന്നത്. എന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമെന്നോ ഒന്നും അറിയില്ല. ഇവിടുന്ന് പിന്നീട് ഞാൻ പിന്നെ ഞാൻ ജസ്റ്റ് ഒത്തിരി CV ഞാൻ അയച്ചു. പക്ഷെ ആരും വിളിക്കുന്നില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് അവിടുത്തെ കുറച്ച് നിയമങ്ങളനുസരിച്ച് അങ്ങനെ എടുക്കാൻ പറ്റില്ല, പെർമിറ്റ് തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ എന്നെ വിളിക്കുന്നത് ഒത്തിരി ദൈവം അനുഗ്രഹിച്ച് ഒന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എനിക്ക് ഒരു ഇൻ്റർവ്യൂ വരികയാണ്, ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ്. അവിടെ പോയി ഞാൻ അറ്റൻഡ് ചെയ്യുന്നു. 10 മിനിറ്റ് എന്നുള്ള ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ ഒരു 3/4 മണിക്കൂറോളം ഇൻ്റർവ്യൂ. അവസാനം ഒരു പറഞ്ഞു, ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ, കുഞ്ഞുമോളെ നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാൻ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണെന്ന് പറഞ്ഞു. പിന്നീട് തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാവരോടും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഏറ്റവും നല്ലൊരു നഴ്സിംഗ് ഹോമാണ്. അതും 35 സിസ്റ്റേഴ്സിനെ ആണ് അവിടെ റെസിഡൻസ് ആയിട്ടുള്ളത്. ദൈവം ഒത്തിരി എന്നെ അനുഗ്രഹിച്ചു. ഞാൻ വിചാരിക്കാത്ത സാലറി, എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ വഴി. എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എൻ്റെ കഴിവല്ല, നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് എന്നെ ഇതുവരെ ദൈവം നടത്തി. അതിനുശേഷം ഞാൻ വിചാരിച്ചു ഇനി വിസയ്ക്ക് വെക്കാമെന്ന്. വിസയ്ക്ക് വെച്ചു. ഞാൻ വിസയ്ക്ക് വേണ്ടി എൻ്റെ മക്കൾക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി വിസയ്ക്ക് വേണ്ടി വെച്ചിരിക്കുക. അതും സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഞാൻ അത് സാധിക്കും, അത് വിസ അടിക്കുമെന്നും ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുമെന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആ സമയത്ത് വരാനാണ് ഞാൻ വിചാരിച്ചത്. അതിനു മുമ്പ് ഒരു മെഡിക്കൽ എമർജൻസി കാരണം ഞാൻ നാട്ടിലേക്ക് പെട്ടെന്ന് വരികയും എനിക്കൊരു സർജറി നടത്തുകയും ബയോപ്സിയുടെ കാര്യം പറഞ്ഞപ്പോൾ ചെറിയൊരു ടെൻഷനുണ്ടായിരുന്നു. പക്ഷെ അന്ന് രാവിലെ വെളുപ്പിന് ഞാൻ പ്രാർത്ഥിച്ച് എല്ലാം മാതാവിൽ ഏൽപ്പിക്കുക, പരിശുദ്ധ അമ്മ എല്ലാം നോക്കിക്കോളും. പിന്നീട് ബയോപ്സി റിപ്പോർട്ട് വന്നു, എല്ലാം നെഗറ്റീവാണ്. എല്ലാം ദൈവത്തിന് ഒത്തിരി നന്ദി.
പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും നന്ദി. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയാനായിട്ട് പത്രം കൊണ്ടുപോയി, ഇംഗ്ലീഷ് പത്രം ഞാൻ ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയി. അവിടുത്തെ ഇംഗ്ലീഷ് മാസമാണ്, എല്ലാ ദിവസവും എനിക്ക് കൂടാൻ പറ്റും. അപ്പോൾ അവിടെ കൊണ്ടുപോയി കൊടുക്കും. അവർക്കൊക്കെ അതൊരു പുതിയ അനുഭവമായിരുന്നു. ഇപ്രാവശ്യം ഇന്ന് വന്നത് ഞാൻ ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പത്രം വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ അവിടേക്ക് കൊടുക്കും. പിന്നീട് എനിക്ക് എല്ലാ ദിവസവും ചില സമയങ്ങളിൽ എനിക്ക് വീഴ്ച വന്നിട്ടുണ്ട്. ഉടമ്പടി എടുത്തിട്ട് ചില സമയത്ത് മടി പിടിച്ച് കിടക്കും. ചില സമയങ്ങളിൽ കുർബാനയ്ക്ക് ഇന്ന് തണുപ്പല്ലേ പോകണ്ടെന്ന് വിചാരിക്കും. പക്ഷേ കറക്റ്റ് ഒരു 9:30-10 മണിക്കൊക്കെ അവിടെയൊക്കെ കുർബാനയ്ക്ക് പോയാൽ മതി. പക്ഷേ ഒരു 9:15 ആകുമ്പോഴേക്കും പെട്ടെന്ന് ചാടി എണീറ്റ് പള്ളിയിൽ പോകാനും കുമ്പസാരം നടത്താനും എല്ലാ ദിവസവും സാധിക്കും. പിന്നെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ നഴ്സിംഗ് ഹോമിൽ എനിക്ക് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റും. എന്നും അവിടെ കുർബാനയുണ്ട്. ഇപ്പം ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഒരു കാര്യമേ പറഞ്ഞുള്ളൂ, എനിക്ക് ഞായറാഴ്ച ഡ്യൂട്ടി തരാതിരിക്കാൻ പരമാവധി അപ്പോഴെൻ്റെ അഡോൺ പറഞ്ഞത്, നീ ഞായറാഴ്ചയും ഡ്യൂട്ടിക്ക് വന്നോ, നിനക്കിവിടെ എല്ലാ ദിവസവും കുർബാനയുണ്ടല്ലോ, കുർബാന കൂടാം, അവിടെ ആർക്ക് വേണമെങ്കിലും കുർബാന കൂടാം, ജോയിൻ അവിടെ സ്റ്റാഫിനായാലും എല്ലാവരും സിസ്റ്റേഴ്സ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും കുർബാനയുണ്ട്. അതുകൊണ്ട് എനിക്ക് കുർബാനയ്ക്ക് മുടക്കം വന്നിട്ടില്ല, കുമ്പസാരയ്ക്ക് മുടക്കം വന്നിട്ടില്ല. എല്ലാം എന്നെ ദൈവത്തിലേക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായം 2-3 വാക്യങ്ങൾ പറയുന്ന പോലെ, ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടമ്പിലൊടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരുമെന്ന്. എൻ്റെ ജീവിതത്തിൽ ഉടനീളം ദൈവം അനുഗ്രഹിക്കുന്ന ഇതൊക്കെ ഓർക്കുമ്പോൾ നമ്മളൊക്കെ ഈ ചെറിയ ജീവിതത്തിൽ ഒത്തിരി നന്മകൾ ചെയ്യാനുണ്ട്. അതെല്ലാം ഞാൻ തിരിച്ചറിയുന്നു. എൻ്റെ ആത്മീയ ജീവിതം ചില സമയങ്ങളിൽ തകർന്നു പോയാലും തളർച്ച എന്നെ ഉയർത്തി എഴുന്നേൽപ്പിക്കാനായിട്ട് എൻ്റെ പരിശുദ്ധ അമ്മ എപ്പോഴും എൻ്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം, അതിലുപരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ സമൂഹം എന്നോടൊപ്പം ഉണ്ടെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ, ഒത്തിരി അത്ഭുതങ്ങൾ എൻ്റെ കൺമുന്നിൽ കാണാം. ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. 2-3 കാര്യങ്ങളെ എനിക്കിവിടെ പറയാൻ പറ്റും. പിന്നെ ഒത്തിരി ദേഷ്യപ്പെടുന്ന, പെട്ടെന്ന് കോപിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു എൻ്റെ. ഇപ്പം അതൊക്കെ പരമാവധി ഒരു പകുതിയൊക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് എനിക്ക് എൻ്റെ ദൈവം, എൻ്റെ പരിശുദ്ധ അമ്മ സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്നും പണ്ടൊക്കെ ബൈബിള് നമ്മളിപ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് വായിക്കുക, നീ വായിക്കി, ഞാൻ വായിക്കി, കുട്ടികളോടായാലും നീ വായിക്കി. പക്ഷേ എന്നും ബൈബിൾ വായിക്കാനും ബൈബിൾ എഴുതാനും പുതിയ നിയമം എഴുതി കംപ്ലീറ്റ് ചെയ്യാനും പഴയ നിയമം എഴുതി തുടങ്ങി ഒരു ഭാഗം ആക്കി തീർക്കാനൊക്കെ പരിശുദ്ധ അമ്മയാണ് മാധ്യസ്ഥം വഴി എനിക്കിതെല്ലാം സാധിച്ചു. എൻ്റെ ഈശോയ്ക്ക് ഒത്തിരി നന്ദി. ദൈവമാണ് നമ്മുടെ അഭയവും ശക്തിയും. കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. സങ്കീർത്തനം 46:1. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭയം നമ്മുടെ ദൈവമാണ്. ദുഃഖങ്ങളിലും കഷ്ടതകളിലും ഭയവും വരുമ്പോൾ അഭയം പ്രാപിക്കാവുന്ന സുരക്ഷിതമായ ഒരു സ്ഥലമാണ് ഈശോയും അമ്മയും വസിക്കുന്ന ഈ ആലയം. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലം, ഈ പുണ്യഭൂമി. എത്ര പ്രശ്നങ്ങളുണ്ടായാലും ബുദ്ധിമുട്ടുകളുടെ നടുവിൽ കൂടെ പോകുമ്പോഴും മനുഷ്യബന്ധങ്ങൾ തകരുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു വലിയ സുരക്ഷയാണ് ഉടമ്പടി ജീവിതത്തിൽ നിന്ന് ലഭിക്കുന്നത്. കുഞ്ഞുമോൾ എന്ന മകൾ പുറത്തേക്ക് ഒരു നല്ല ജോലിക്ക് വേണ്ടി ശ്രമിച്ചപ്പോൾ അനിയത്തി പറഞ്ഞിരുന്നു ഉടമ്പടിയെപ്പറ്റിയും കൃപാസനത്തെപ്പറ്റിയും. അത്രയ്ക്ക് വിശ്വാസം വന്നില്ല. എല്ലായിടത്തും മാതാവുണ്ട്. പിന്നീടാണ് തൻ്റെ ജീവിതത്തിൽ ഒരു സമയം വന്നപ്പോൾ ഈ കൃപാസന അമ്മയെപ്പറ്റി ഓർക്കുകയും പെട്ടെന്ന് ഓൺലൈൻ ഉടമ്പടി വഴി പ്രാർത്ഥിക്കുകയും ചെയ്തത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. നമ്മൾ എത്ര മറന്നാലും, നമ്മൾ എത്ര അകന്നാലും, നമ്മൾ ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ അമ്മ 2 സ്റ്റെപ്പാണ്, അതിൻ്റെ ഡബിളാണ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. ഈ മകൾ ഓൺലൈനിൽ കൂടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച അയർലൻഡ് സ്കോറിന് വേണ്ടിയിട്ട് അതമ്മ കേൾക്കുകയും പിന്നീട് ഈ മകള് പെട്ടെന്നാണ് അമ്മയിലേക്ക് അടുത്ത് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും പിന്നെ OET എക്സാമും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും എല്ലാം പാസ്സാകാൻ സാധിക്കുകയും ചെയ്തത്. പിന്നീട് വീണ്ടും ഈ മകൾ പറഞ്ഞു, ഇതെൻ്റെ മെറിറ്റ് അല്ല, അമ്മയുടെ ഗ്രേസാണ്, എനിക്കതിനുള്ള മെറിറ്റില്ല.
പക്ഷേ അമ്മ ജീവിതത്തിൽ വന്നപ്പോഴാണ് വീഡിയോത്തിൽ കൂടുതലും പ്രോഗ്രസ് ആയത്, മുന്നേറുവാൻ സാധിച്ചത്. അയർലൻഡിൽ ഇപ്പോൾ ഒരു നല്ലൊരു ജോലിയും കൊടുത്ത് ഈശോയും അമ്മയെയും ഈ മകളെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു. പിന്നീടുള്ള ഒരു രോഗസൗഖ്യമാണ്. അവിടെയും ഈശോയും അമ്മയും കരുതലോടെ ഈ മകളെ കാത്തുപരിപാലിച്ച് നല്ലൊരു നെഗറ്റീവ് റിപ്പോർട്ടാണ് കൊടുത്തത്. ഇവിടെയെല്ലാം നമുക്ക് കാണാവുന്നത് നമ്മളെ കൈപിടിക്കുന്ന ഒരു അമ്മയാണ്, നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ്. നമുക്ക് ശക്തി പകരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെ. നമ്മുടെ സ്വന്തം ബലം, സ്വന്തം മെറിറ്റ് ഇല്ലാതെ വരുമ്പോൾ ജീവിതത്തിൽ എത്ര പ്രതിസന്ധികളായാലും ദൈവം നമ്മെ വിട്ടുപോകില്ല. അമ്മ നമ്മുടെ കൂടെ നിൽക്കുകയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളുടെ സമയങ്ങളിൽ ഓടിപ്പോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവമാണ് നമ്മുടെ ശക്തി എന്ന് വിശ്വസിച്ച് നമുക്ക് നമ്മുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാം. ലോകം കുലുങ്ങിയാലും മനുഷ്യബന്ധങ്ങൾ തകർന്നാലും ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്കൊരു വലിയ സുരക്ഷയാണുള്ളത്. നമുക്കും നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കുഞ്ഞുമോൾക്കും കുടുംബത്തിനും ലഭിച്ച ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. ദൈവമേ നന്ദി, ദൈവമേ